ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോ ജസ്റ്റ് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, ക്ലിയർ ആണോ? എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ആവണി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതൊന്ന് പറയടാ. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് ഓർഡർ ആൻഡ് റാങ്കിങ് ഡിക്ഷണറി വേർഡ് ഫോർമേഷൻ. അപ്പൊ ക്ലാസ്സിലുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, ജസ്റ്റ് എല്ലാം സെറ്റ് ആണോ, ഓക്കെ ആണോ, പറയുന്നത് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ക്ലിയർ. ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ. അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റീസണിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഈ ഓർഡർ റാങ്കിങ്. ഈ ഓർഡർ റാങ്കിങ് എന്നുള്ള ചാപ്റ്റർ എന്താണ്, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോൺസെപ്റ്റ് പറയാനുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഡിക്ഷണറി വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് വിത്തിൻ ഒരു 5-10 മിനിറ്റ് കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡിക്ഷണറി വേർഡ് ഫോർമേഷൻ എങ്ങനെയാണുള്ളത്, ഡിക്ഷണറിയിൽ എങ്ങനെയാണ് വേർഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാം സെറ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ പതുക്കെ എന്ത് ചെയ്യാം, ഫോക്കസിന്റെ ചെറിയൊരു പ്രശ്നമുണ്ടോ? അപ്പൊ നമുക്കതൊന്ന് ക്ലാരിറ്റി ഉണ്ടോ? ഫോക്കസിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോടാ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? വീഡിയോ ഓക്കെ ആണോ? വീഡിയോ ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എല്ലാം സെറ്റ് ആണ്. ഓക്കെ, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇൻ എ റോ മോഹൻ ഈസ് 18th ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് 17th ഫ്രം ദ റൈറ്റ്. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദ റോ? സോ ഇതുപോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു തിയറി ബേസിക്സ് വന്നപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു ബേസിക്സ് എന്താണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ സപ്പോസ് ഇതൊരു ക്യൂ ആണ്, ഈ ഒരു ക്യൂ ആണ്. സോ ഈ ഒരു ക്യൂവില് ഇത് ക്യൂവിന്റെ ലെഫ്റ്റ് എൻഡ്, ക്യൂവിന്റെ റൈറ്റ് എൻഡ്. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരാൾ ഇരിക്കുന്നു, ഇയാളുടെ പേര് മോഹൻ. മോഹൻ ലെഫ്റ്റ് നിന്ന് നോക്കുന്ന സമയത്ത് ഇയാള് 15ാമതാണെന്ന് വിചാരിച്ചോ. 15ാമതാണെന്ന് വിചാരിക്കും. ലെഫ്റ്റ് നോക്കുന്ന സമയത്ത് മോഹൻ 15ാമതാണ്. റൈറ്റ് നിന്ന് നോക്കുന്ന സമയത്ത് മോഹൻ 16ാമതാണെന്ന് വിചാരിക്കും. 16ാമതാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ ക്വസ്റ്റ്യൻ കണ്ട പോലെ ഈ ഒരു ക്യൂവിൽ ആകെ മൊത്തം എത്ര ആളുകളുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ ആകെ മൊത്തം എത്ര ആളുകളുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ക്യൂവിൽ ആകെ മൊത്തം എത്ര ആളുകളുണ്ട്? ജസ്റ്റ് വേഗം കമന്റ്. എത്ര പേരുണ്ട്? എത്ര പേര് ക്ലാസ് ഇരിക്കുന്നുണ്ട്? ക്ലാസ്സിൽ ആകെ മൊത്തം 43 പേരുണ്ട്. ഓക്കെ, ജസ്റ്റ് കമന്റ്. എത്ര പേരുണ്ടാ? ഓക്കെ, 30. വെരി ഈസി ക്വസ്റ്റ്യൻ. കറക്റ്റ് അല്ലേ? 30 പേരാണല്ലോ. സോ ഇതേ കാര്യം 30 പേരാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് നിന്ന് 15ാമത് പറയുന്നത് മോഹൻ തന്നെയാണ്. റൈറ്റ് നിന്ന് 30ാമതാണെന്ന് 16ാമതാണെന്ന് പറയുന്നത് മോഹൻ തന്നെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മോഹൻ തന്നെ എന്ത് ആഡ് ചെയ്യണ്ട? 2 തവണ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഫോക്കസ് പ്രശ്നമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എടാ ഒരു മിനിറ്റ്, ഫോക്കസ് പ്രശ്നമുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ്. ഓക്കെ, എടാ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഫോക്കസ് പോകുന്നുണ്ട്. യെസ്, സം ടൈംസ് ഇറ്റ്സ് ഫീൽ ബ്ലർഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഇതുവരെ ഓക്കെ ആണല്ലോ? ഫൈനല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് നിന്ന് 15ാമതാണ്, റൈറ്റ് നിന്ന് 16ാമതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മോഹൻ എന്ന് പറയുന്ന ആളെ തന്നെ 2 തവണ ആഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ടോട്ടലി 15+16 ആഡ് ചെയ്യുന്ന കിട്ടുമ്പോൾ 31. 1 മൈനസ് ചെയ്താൽ 30 പേര്. 30 പേരാണ് ഈ ഉള്ളതിൽ ഒരു സംശയമില്ല. സോ ഇതേ കാര്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. വേറൊരു രീതിയിൽ, വേറൊരു ആസ്പെക്റ്റിൽ, വേറൊരു ഡയമെൻഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് സെയിം കാര്യം തന്നെ ഇനി അങ്ങോട്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്ന സമയത്തൊക്കെ എങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കി ശ്രദ്ധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കണ്ടന്റ് തന്നെ. ലെഫ്റ്റ് നിന്ന് മോഹൻ 16ാമതും റൈറ്റ് നിന്ന് മോഹൻ 15ാമതുമാണ്. ശരിയല്ലടാ? റൈറ്റ് നിന്ന് മോഹൻ 15ാമതുമാണ്. സോ ഈ കണ്ടന്റ് ഇങ്ങനെ ആലോചിക്കും. എടാ ലെഫ്റ്റ് നിന്ന് മോഹൻ 16ാമതാണെന്ന് പറയുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് എന്നുള്ള ഈ പൊസിഷനിൽ ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. ലെഫ്റ്റ് നിന്നുള്ള ഈ പൊസിഷനിൽ നിന്ന് മോഹൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 16 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ലെഫ്റ്റ് എൻഡ് നിന്ന് നേരത്തെ പറഞ്ഞ പോയിന്റ്, ലെഫ്റ്റ് നിന്ന് മോഹൻ 16ാമതാണ് എന്ന് പറയുമ്പോ
ലെഫ്റ്റ് നിന്ന് മോഹൻ 16-ാമതാണെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എൻഡ് നിന്ന് മോഹനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 16. അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും കേസിൽ നമ്മൾ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് ഡിസ്റ്റൻസ്? റാങ്ക് കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. റാങ്ക് കാണാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്ക്, റൈറ്റ് നിന്ന് മോഹൻ 15-ാമതാണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ബേസിക്കലി മീനിങ് എന്താ? റൈറ്റ് എൻഡ് എന്ന് മോഹൻ എന്ന് പറയുന്നത് 15 യൂണിറ്റ് ദൂരത്താണ് ഇരിക്കുന്നത്. 15 യൂണിറ്റ് ദൂരത്താണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ റൈറ്റ് എൻഡ് നിന്ന് മോഹൻ 15 യൂണിറ്റ് ഡിസ്റ്റൻസ് അവേ ആണ്. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മൊത്തം ഇവിടെയുള്ള ആളുകൾ നോക്ക്, ആകെ മൊത്തം ഇവിടെയുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 16, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 15. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് പേഴ്സൺ. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇങ്ങനെ എന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1, 2, 3 ആളുകൾ ഉള്ളിൽ കൂടെ വരുന്ന കേസിൽ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സുഖം. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പേഴ്സൺ കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് 1 അങ്ങ് കുറച്ചാൽ മതി. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് 1 കുറച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്പർ ഓഫ് പേഴ്സൺ ഇപ്പൊ എത്ര വരും? 16 + 15 16 + 15 ഈക്വൽ ടു 31. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം, ഈക്വൽ ടു 30. അത് എന്തിനാണ് 1 കുറയ്ക്കുന്നത്? കാരണം ഒരാളെ തന്നെ 2 തവണ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള 16-ലും മോഹൻ ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള 15-ലും മോഹൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് പേഴ്സൺ കാണുന്ന സമയത്ത് ഡിസ്റ്റൻസ് -1 വരുന്നത്. സോ ഈ കണ്ടന്റ് ഇതേപോലെ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഇൻ എ റോ നോക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇൻ എ റോ മോഹൻ ഈസ് 18th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. അപ്പൊ ഇത് ലെഫ്റ്റ്, അതേപോലെ തന്നെ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും വരും. സോ മോഹൻ ഈസ് 18th ഫ്രം ദ ലെഫ്റ്റ്. അപ്പൊ ഇവിടെ മോഹൻ ഇരിക്കുകയാണെങ്കിൽ ഈ ദൂരമാണ് 18. സ്വാഭാവികമായിട്ടും അടുത്തത് 17th ഫ്രം ദ റൈറ്റ്. 17th ഫ്രം ദ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് എന്നുള്ള ദൂരം 17. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദ റോ? സോ ടോട്ടൽ എന്താ ചോദിച്ചത്? ഹൗ മെനി പീപ്പിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്ക്, നമ്പർ ഓഫ് പേഴ്സൺ ചോദിക്കുകയാണ് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് 1 കുറയ്ക്കണം. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 18 + 17. 18 + 17 എത്ര കിട്ടും? 35. ഇനി അതിൽ നിന്ന് 1 കുറച്ചാൽ മാത്രമേ നമ്പർ ഓഫ് പേഴ്സൺ കിട്ടുള്ളൂ. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 34. ഈ പോയിന്റ് ക്ലിയർ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഞാൻ ഇത്രയും പറഞ്ഞ കണ്ടന്റ് സെറ്റ് ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ജസ്റ്റ് കമന്റ് ചെയ്യാൻ എത്ര പേരുണ്ട്? 56 പേരുണ്ട്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് കണ്ടിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല, ഈ രീതിയിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഓക്കെ ആണോ? സെറ്റ് ആണ്. ഓക്കെ, യെസ് ക്ലിയർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വരുന്നത് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ദർ ആർ ടോട്ടൽ 50%. അപ്പൊ നോക്ക്, അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ആകെ മൊത്തം 50 പേര് ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് എൻഡ് നിന്ന് റൈറ്റ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? അത് മാത്രം ചോദ്യത്തിന് ഉത്തരം ഒന്നും നിങ്ങൾ കമന്റ് ചെയ്യേണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ദർ ആർ ടോട്ടൽ 50 പേഴ്സൺസ് ഉണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് അപ്പൊ എത്രയായിരിക്കും? ഉത്തരം പറയണ്ട, ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം പറയാം. ടോട്ടൽ ഇവിടെ 50 പേരാണെങ്കിൽ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? കമന്റ് ചെയ്യും. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 50 ആണോ വരിക? അപ്പൊ നോക്ക്, ഞാൻ ശ്രദ്ധിക്കും. എടാ നോക്കി, ഇവിടെ ഞാൻ എന്താ എഴുതിയത്? നമ്പർ ഓഫ് പേഴ്സൺ ഈക്വൽ ടു ഡിസ്റ്റൻസ് -1. നമ്പർ ഓഫ് പേഴ്സൺ ഈക്വൽ ടു ഡിസ്റ്റൻസ് -1. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് എന്താ വരിക? ഡിസ്റ്റൻസ് അഥവാ റാങ്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, റാങ്ക് ഈക്വൽ ടു ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഡിസ്റ്റൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺ +1 വരണ്ടേ? ഡിസ്റ്റൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺ +1 വരും. സോ തെറ്റിക്കരുത്. നമ്മൾ ചെയ്തത് നമ്പർ ഓഫ് പേഴ്സൺ കിട്ടാനാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 1 കുറയ്ക്കും. നമ്പർ ഓഫ് പേഴ്സൺ കിട്ടാൻ വേണ്ടി ടോട്ടൽ ഡിസ്റ്റൻസ് 1 കുറയ്ക്കും. അപ്പൊ നേരെ മറിച്ച് നമ്പർ ഓഫ് പേഴ്സൺ ആണ് തന്നിട്ടില്ലെങ്കിൽ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെ ഡിസ്റ്റൻസിലേക്ക് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. സോ അതാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ നോക്ക്, ഇവിടെ ടോട്ടൽ 50 പേഴ്സൺ തന്നിട്ടുണ്ട്. ടോട്ടൽ 50 പേഴ്സൺ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡ് നിന്ന് ഈ എൻഡ് വരെയുള്ള ദൂരം എത്രയാടാ? 51 ആയിരിക്കും. ഇവിടെ നിന്ന് ഈ എൻഡ് നിന്ന് ഈ എൻഡ് വരെയുള്ള ദൂരം എത്രയായിരിക്കും? 51 ആയിരിക്കും. ഇനി നോക്ക്, ഇഫ് മോഹൻ ഈസ് 20th ഫ്രം ദ ടോപ്പ്. അപ്പൊ ഇവിടെ ടോപ്പും ബോട്ടം ആണ്. അപ്പൊ ടോപ്പും ബോട്ടവും. സോ ടോപ്പ് നിന്ന് എത്രയാ? ടോപ്പ് ബോട്ടം. ടോപ്പ് നിന്ന് മോഹൻ എത്രയാ? മോഹൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 20. സോ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ റാങ്കിന്റെ ബേസിലാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നത്. റാങ്കിന്റെ ബേസിലാണ് ഡയഗ്രാം വരയ്ക്കുന്നത്. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? റാങ്ക് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താണ് വരയ്ക്കേണ്ടത്. അപ്പൊ വേറെ ഒന്നും തെറ്റാനില്ല. റാങ്കിന്റെ ബേസിലാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. റാങ്കിൽ നിന്ന് ഡിസ്റ്റൻസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ ഈ കേസ് എത്ര വരും? മോഹൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഫ്രം ദ ബോട്ടം? ബോട്ടം എത്രയാ?
ടോട്ടൽ 51 ആണ്. അതിൽ ഇവിടം വരെ 20 ആണെങ്കിൽ 51 മൈനസ് 20 ഈക്വൽ ടു 31. ഈ 31 ഉത്തരം എല്ലാവർക്കും കിട്ടും. പക്ഷെ ഈ രീതിയിൽ കൂടെ കിട്ടുക എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് അടുത്ത ക്വസ്റ്റൻ എത്തുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞ മെത്തേഡ് ഓക്കെ ആണോ? കമന്റ് ഓക്കെ ആണോടാ? സെറ്റ് ആണോ? ചോദ്യം ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? യെസ്. അപ്പം വീണ്ടും പറയാം. ടോട്ടൽ 50 പേരാണെങ്കിൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ 50 എഴുതരുത്, 51 എഴുതണം. അതിന് കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പേഴ്സന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ റോ നോക്ക്. ഇൻ എ റോ there are total 40 persons. അപ്പൊ വീണ്ടും there are total 40 person ആണെങ്കിൽ ഈ ദൂരം എന്ന് പറയുന്നത് 41 ആയിരിക്കും. ഈ റാം ഈസ് 18th ഫ്രം ദ റൈറ്റ്. അപ്പൊ ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ആരിയ്ക്കുന്നുണ്ട്? റാം ഇരിക്കുന്നുണ്ട്. റാം എത്രാമതാണെന്ന് പറയുന്നത്? 18ാമതാണ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഹിസ് റാങ്ക് ഫ്രം ലെഫ്റ്റ് ഹാൻഡ്? അപ്പൊ എന്ത് കുറച്ചാൽ മതി? 41 18 കുറച്ച ഉത്തരം എത്ര കിട്ടും? 23. ഓപ്ഷൻ ബി. ക്ലിയർ? കണ്ടോ? ഒറ്റയടിക്ക് പരിപാടി തീരും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. നിങ്ങൾ ആദ്യം ചെയ്തോ, എന്നിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ? ഈ ഒരു ചോദ്യം മാത്രം ചെയ്യ്, എന്നിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. അത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ഡയഗ്രം ഒന്ന് വരയ്ക്കും. In a row, Ravi is 15th from the left end. Amit is 16th from the right end. Deepak is 4th to the right of Ravi. If Deepak is 5th to the left of Amit, then what is the rank of Ravi from the right end? അപ്പൊ ഇവിടെയൊക്കെ 1 2 3 ആളുകൾ കയറി വരുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും. ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഡയഗ്രം വരച്ചിട്ട് ഓവറോൾ അധികം കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ 1 മിനിറ്റ് നിങ്ങൾ ടൈം എടുത്തൊന്ന് ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കും. ഓക്കെ. അപ്പോ വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് രവി ഫ്രം ദ റൈറ്റ് എൻഡ്? ഉത്തരം വന്നിട്ടുണ്ടോ? ഉത്തരം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഡയഗ്രം വരയ്ക്കാം, ശ്രദ്ധിക്കും. സോ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് ഞാൻ വരച്ചു പോവാം. ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കും. സോ ഞാൻ ഈ ഒരു ഡയഗ്രം, ഈ ഒരു ലൈൻ വരയ്ക്കുന്നു. സോ ഇത് ലെഫ്റ്റ് എൻഡ്, ഇത് റൈറ്റ് എൻഡ്. ഓക്കെ? ലെഫ്റ്റ് എൻഡ്, റൈറ്റ് എൻഡ്. ഇനി ആരും ഉത്തരം പറയണ്ട, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ? ആകാശ് 25. ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവരും പെന്നോടെ വെച്ചിട്ട് ശ്രദ്ധിക്കും. In a row, Ravi is 15th from the left end. Ravi is 15th from the left end. എന്താ പറയുന്നത്? Ravi is 15th from the left end. അപ്പൊ ഞാൻ എന്ത് വരച്ചു? ആദ്യം ഞാൻ രവിനെ വരച്ചു. രവി എത്രാമതാന്ന് പറഞ്ഞാൽ? 15ാമത്. എന്താണ് തന്നുള്ളത്? റാങ്ക് ആണ് തന്നുള്ളത്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ലെഫ്റ്റ് എൻഡിൽ നിന്ന് രവിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 15. ലെഫ്റ്റ് എൻഡിൽ നിന്ന് രവി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 15. ഇനി അടുത്ത് എന്താ പറയുന്നത്? അമിത് ഈസ് 16th ഫ്രം ദ റൈറ്റ് എൻഡ്. അപ്പൊ റൈറ്റ് എവിടെയാണോ അമിത്, ഒന്നെങ്കിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ രവിയുടെ റൈറ്റിലോ രവിയുടെ ലെഫ്റ്റിലോ വരയ്ക്കാം. പക്ഷെ ക്വസ്റ്റിൽ അടുത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും. സപ്പോസ് ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ മാറ്റാം. ഇപ്പൊ അമിത് ഇവിടെ വരും. അമിത് എത്രാമതാന്നാ പറയുന്നത്? അമിത് ഈസ് 16th ഫ്രം ദ റൈറ്റ് എൻഡ്. 16ാമതാണ്. 16. ഇനി എന്താ പറയുന്നത്? ദീപക് ഈസ് 4th ടു ദ റൈറ്റ് ഓഫ് രവി. അപ്പൊ രവി എവിടെയാണോ, രവിയുടെ 4th ടു റൈറ്റ് ആണ് ആരിയിരിക്കുന്നത്? ദീപക് ഇരിക്കുന്നത്. അപ്പൊ ഈ കേസിൽ രവി എവിടെ നിന്നാണോ, രവിന്റെ പൊസിഷൻ നിന്ന് ദീപകിന്റെ പൊസിഷൻ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 4. 4th റൈറ്റ്. ഇഫ് ദീപക് ഈസ് 5th ടു ദ ലെഫ്റ്റ് ഓഫ് അമിത്. അപ്പൊ തെറ്റൊന്നുമില്ല, ഇവിടെ വരച്ചതുകൊണ്ട് ദീപക് ലെഫ്റ്റ് തന്നെയാണ് നമുക്കും വന്നത്. ക്വസ്റ്റിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദീപക് ഈസ് 5th ടു ദ ലെഫ്റ്റ് ഓഫ് അമിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക്കും അമിത്തിന്റെയും ഇടയിലുള്ള എന്താ പറയുന്നത്? 4th ടു ദ ലെഫ്റ്റ് എന്നല്ലേ? സോ ഇവിടെയുള്ള ഡിസ്റ്റൻസ് ആണ് 5. ഇതുവരെ ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ വരച്ചുള്ളത് ഇതുവരെ ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും? എടാ ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യടാ. ഇതുവരെ ഓക്കെ ആണോ? ഞാൻ ഈ വരച്ച ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഫോമാറ്റിലേക്ക് വരച്ചത് ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? എല്ലാവരും കമന്റ് ചെയ്യടാ. അപ്പൊ എന്തായാലും ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? എനിക്ക് നിങ്ങളെ നോക്കി കണ്ടാൽ മനസ്സിലാവും. 65 പേരുണ്ട്. ജസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്യും, ഇതുവരെ ഓക്കെ ആണോ?
ഇത് വരച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ വിത്തിൻ 10 സെക്കൻഡ്സ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ടാക്കിൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇനി പറയാൻ പോകുന്നത് നോക്കി ശ്രദ്ധിക്കും. ഓക്കെ ആണ്, സെറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കും. ഇനി ഞാൻ ഓരോരുത്തരെ ഓരോ കേസിൽ ഞാൻ ഇവിടെ നിന്ന് ചോദിക്കാം. നോക്കിക്കോ. ലെഫ്റ്റ് ഹാൻഡ് നിന്ന് രവീന്റെ പൊസിഷൻ, ലെഫ്റ്റ് ഹാൻഡ് റവീന്റെ റാങ്ക് നമുക്കറിയാം 15 ആണ്. ലെഫ്റ്റ് ഹാൻഡ് നിന്ന് ദീപകിന്റെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15 4 കൂടെ ആഡ് ചെയ്യുക, 19 പറയാം. ലെഫ്റ്റ് ഹാൻഡ് നിന്ന് അമിത്തിന്റെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വേറെ ഒന്നും ആലോചിക്കേണ്ട, കാരണം നമ്മൾ വരച്ചതൊക്കെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു റാങ്ക്. അപ്പൊ നിങ്ങളുടെ റാങ്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ റാങ്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ദീപകിന്റെ ലെഫ്റ്റ് എന്നുള്ള റാങ്ക് ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഇതേ ദീപകിന്റെ ലെഫ്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്റ്റൻസ് എത്രയാ? 15 4 19. ലെഫ്റ്റ് നിന്ന് 19ആമതായിരിക്കും. ഇനി അമിത് ലെഫ്റ്റ് നിന്ന് എത്രാമതാ? 15 4 5. 15 5 9 24ആമതാണ്. ഇനി ചോദിക്കുകയാണ് രവി റൈറ്റ് നിന്ന് എത്രാമതാണ്? രവി റൈറ്റ് നിന്ന് എത്രാമതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 4 20 25ആമതാണ്. 16 5 21 21 4 25. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം വരിക. മനസ്സിലായോ? ഇത്ര എളുപ്പമാണ് പരിപാടി. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ ആ ഒരു ഡയഗ്രാം വരയ്ക്കുന്നു. ആ ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ ഡിസ്റ്റൻസ്, റാങ്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് പേഴ്സൺ, ഇനി ഇവരുടെ ഇടയിൽ ഇപ്പൊ രണ്ടുപേരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണോ അവരുടെ ഇടയിൽ ഡിസ്റ്റൻസ് അതിൽ നിന്ന് കുറച്ചാൽ മതി. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് -1. അതേപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺ +1. സോ ഇതേ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? എടാ ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോടാ? സോ ഇതിന്റെ ഉത്തരം 25 എന്നുള്ള ക്ലിയർ ആണോ? ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്? സെറ്റ് ആണ്? ഓക്കെ. അപ്പൊ ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം 25 എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് അമിത് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് അമിത് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്? അപ്പൊ നോക്ക്, അമിത് ലെഫ്റ്റ് ഹാൻഡ് എത്രാമതാ? ഇവിടെയാണ് അമിത് ഉള്ളത്. ലെഫ്റ്റ് ഹാൻഡ് ഏതാ? ഇത്. അപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? 15 4 19 5 24. 15 4 19 5 24. ഓപ്ഷൻ എ വരും. ക്ലിയർ? ഓപ്ഷൻ ഏത് വരും? എ വരും. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദീപക് ഫ്രം ദ റൈറ്റ് ഹാൻഡ്? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദീപക് ഫ്രം ദ റൈറ്റ് ഹാൻഡ്? റൈറ്റ് ഹാൻഡ് എത്രാമതാ? 16 5 16 5 21. 16 5 21. ഓപ്ഷൻ ഡി വരും. കണ്ടോ? ഒറ്റയടിക്ക് പരിപാടി തീരും. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദീപക് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്? ദീപക് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് എത്രയാ? ദീപക് ഇവിടെയാണ്, ലെഫ്റ്റ് ഇവിടെയാണ്. ദീപക് 15 5 15 4 19. 15 4 19. ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ആർ ദേർ ബിറ്റ്വീൻ അമിത് ആൻഡ് രവി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മാറി, കഥ മാറി. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ ആരുടെ ഇടയിൽ? അമിത്തിന്റെ രവിയുടെ ഇടയിൽ. എടാ നോക്കടാ, അമിത് ഇവിടെയാണ്, രവി ഇവിടെയാണ്. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? 5 4 9. 9 ഡിസ്റ്റൻസ് എങ്കിൽ 9 1 കുറച്ചാൽ കിട്ടുന്ന 8 ആയിരിക്കും ഇവരുടെ ഇടയിലുള്ള ആളുകൾ. മനസ്സിലായോ? ഇനി സംശയം ഉണ്ടെങ്കിൽ എണ്ണിയാൽ മതി. ഇപ്പൊ ഈ രവി നിൽക്കുന്നിടത്ത് ദീപക് 4th റൈറ്റ് ആണെങ്കിൽ ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടാവും? 1 2 3. 3 പേരുണ്ടെങ്കിൽ അല്ലേ ദീപക് 4th റൈറ്റ് ആവുക. ഇനി ഇവിടെ ദീപക് ഉണ്ടെങ്കിൽ അമിത് 5th റൈറ്റ് ആണെങ്കിൽ ഇവിടെ എത്ര പേരുണ്ടാവും? 1 2 3 4. എങ്കിൽ മാത്രമേ 5ാമത്തെ റൈറ്റ് ആവുള്ളൂ. അപ്പൊ ആകെ മൊത്തം ഈ രവിയുടെയും അമിത്തിന്റെ ഇടയിൽ എത്ര പേരുണ്ടാവും? 1 2 3 4. പിന്നെ ദീപക് 5 6 7 8. ഓക്കെ അല്ലേ? ആ 8 ആണ് ഇവിടെ കിട്ടിയത്. പക്ഷെ ഇങ്ങനെ വരച്ചൊന്നും നോക്കി കണ്ടുപിടിക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, -1 ചെയ്യുക. മനസ്സിലായോ? പോയിന്റ് ക്ലിയർ ആണോടാ? ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി കിട്ടിയതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? സോ ഇതാണ് ഈ ഓർഡർ ആൻഡ് റാങ്കിങ്, അല്ലെങ്കിൽ ഈ ഓർഡറിന്റെ വേറൊരു വശം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഐഡിയാസ് ഞാൻ പറഞ്ഞിരിക്കുന്ന, നമ്മൾ ഇപ്പൊ ഇതേപോലെ വരച്ച് കണ്ടുപിടിക്കുന്ന ഓരോ പോയിന്റ് ലൈൻ ബൈ ലൈൻ ഇട്ട് വരയ്ക്കാണ്ട് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് അങ്ങ് യൂസ് ചെയ്താൽ മതി. സെറ്റ്. എല്ലാവർക്കും ഓക്കെയാണ്? ഒറ്റയടിക്ക് പരിപാടി തീരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അധികം ചിന്തിച്ച് ഒരുപാട് ടൈം എടുത്തൊന്നും വരയ്ക്കണ്ട. റാങ്ക് ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 100% കോൺഫിഡന്റ് ആയിട്ട് എന്ത് പറയാം? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ആ ഒരു ഗ്യാരണ്ടി എന്റെ ഭാഗത്തുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറ. ഹൗ മെനി പേഴ്സൺസ് ആർ ദേർ ബിറ്റ്വീൻ അമിത് ആൻഡ് ദീപക്? ഹൗ മെനി പേഴ്സൺസ് ആർ ബിറ്റ്വീൻ അമിത് ആൻഡ് ദീപക്? നോക്കി ഉത്തരം പറ. അമിത്തിന്റെയും ദീപകിന്റെ ഇടയിൽ ഞാനിവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. പറ. ഓക്കെ, ഇനിയിപ്പോ ആലോചിക്കണ്ടല്ലോ. ദീപകിന്റെയും അമിത്തിന്റെയും ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടാവും? 4 പേരുണ്ടാവും. ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടാവും? 4 പേരുണ്ടാവും. ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ ബി. ഹൗ മെനി പീപ്പിൾ ആർ ദേർ ബിറ്റ്വീൻ രവി ആൻഡ് ദീപക്? രവി ആൻഡ് ദീപകിൽ ഓൾറെഡി ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ എത്ര ഉത്തരം വരും? 4 1 കുറച്ചാൽ കിട്ടുന്ന 3 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ക്ലിയർ? സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബേസിക്സ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും. കാരണം ബേസ് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക, വലിയ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. സോ മെത്തേഡ് മനസ്സിലാക്കുക, മെത്തേഡ് മൈൻഡിൽ വെക്കുക.
റാങ്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് പേഴ്സൺ ആണ് ചോദിച്ചതെങ്കിൽ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും. ദിസ് മീൻസ് ഇതിലെ ഈ ഒരു രീതിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻസ് എഴുതിക്കോ, ചെയ്തോ, എന്നിട്ട് ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആലോചിക്കുക. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ മെത്തേഡ് ചെയ്യുന്നുണ്ടാവും, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഈ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കി കിട്ടും. ഓക്കെ, എന്തായാലും ചെയ്തു നോക്കും. ഓപ്ഷൻ ഡി 10 19. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്കെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോ ഡയഗ്രം വരയ്ക്കാം. നോക്ക്, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. In a row, Kamal is 18th from the left hand. Kamal is 18th from the left hand. അപ്പൊ ഇവിടെ കമൽ ഇരിക്കുന്നുണ്ട്. കമൽ എത്രാമതാ പറയുന്നത്? 18ാമതാണ്. എത്രാമതാടാ? 18. സോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 18. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 18. If Rohan is 7th from the left hand. സോ റോഹൻ എവിടെ ഇരിക്കുന്നത്? റോഹൻ ഈ പൊസിഷനിലാണ്. റോഹൻ എത്രയാ? റോഹൻ വീണ്ടും ലെഫ്റ്റ് തന്നെയാണ്, റൈറ്റ് അല്ല പറയുന്നത്. സോ ഈ ദൂരം എത്രയാ? ഈ പോയിന്റ് നിന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെയുള്ള ദൂരം 7. ഇനി ഈ പോയിന്റ് നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാന്നാ പറയുന്നത്? 18 എന്നാ പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ ചോദിക്കും? then how many persons are there between them? അപ്പം ഇവിടെയുള്ള ആളുടെയും ഇടയിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നു എന്നല്ലേ ചോദിച്ചത്. സോ സ്വാഭാവികമായിട്ട് എന്ത് കണ്ടാൽ മതി? ഇവരുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ അല്ലേ? ഓൾറെഡി ഉള്ള 18 നിന്ന് 7 കുറച്ചാൽ പോരെ? 18 മൈനസ് 7 എത്ര കിട്ടും? 11 കിട്ടും. സോ നമ്മളോട് ചോദിച്ചത് റാങ്കോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മളോട് ചോദിച്ചത് എന്താ? നമ്മളോട് ചോദിച്ചത് നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ റോഹൻ ആൻഡ് കമൽ. അപ്പം ഇവരുടെ ഇടയിലുള്ള ദൂരം 11 ആണെങ്കിൽ അതൊന്ന് ഒന്ന് കുറച്ചാൽ കിട്ടുന്നതല്ലേ ഇവരുടെ ഇടയിലുള്ള ആളുകൾ? അതല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്? നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കുന്നതാണ്. അപ്പം ഇവരുടെ ഇടയിലുള്ള ദൂരം 11 ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ഇവരുടെ ഇടയിലുള്ള ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് പേഴ്സൺസ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 10. ഓക്കെ ആണോ? സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണോടാ? ക്ലിയർ? അടുത്തിലേക്ക് പോട്ടെടാ. സെറ്റ് അല്ലേ? സോ ഈ രീതിയിൽ ചിന്തിക്കുക. ക്ലിയർ? ഇങ്ങനെ ചിന്തിച്ചാൽ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ ആണ്. ചെയ്. $33 പറയുന്നുണ്ട്. ഓക്കെ, $34. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നമ്പർ 35 അല്ല, ഓപ്ഷൻ ഡി 35. ഓക്കെ, കൺഫ്യൂഷൻസ് 4 ഉണ്ട് അല്ലെ? 4 ഉത്തരങ്ങളും വരുന്നുണ്ട്. അപ്പൊ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക പറയുമ്പോ. അപ്പൊ ഒക്കെ കുറച്ച് പേര് 33, 34 പറയുന്നുണ്ട്. അപ്പൊ നോക്കടാ, ഞാനോട് വരയ്ക്കാം. In a row, Mohit is 12th from the left hand. So left, right. Mohit is 12th from the left hand. So ഇവിടെ മോഹിത്തിനെ വരച്ചു.
മോഹിത് ഇവിടെ. മോഹിത്. ഓക്കെ. സോ കേസ് ഇവിടെ ഞാൻ മോഹിത് വരച്ചു. മോഹിത് എത്രാമെന്നാണ് പറഞ്ഞത്? 12th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. സോ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാ? 12. അടുത്തത് സുമിത് ഈസ് 15th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. സുമിത് ഇവിടെയാണ്. സുമിത് ഇവിടെ വരച്ചു. സുമിത് ഈസ് 15th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഈ ദൂരം എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അതും വരച്ചു. സുമിത് ഈസ് റൈറ്റ് ടു മോഹിത്. സുമിത് ഈസ് റൈറ്റ് ടു മോഹിത്. ശരിയാണ്, ഞാൻ ഇവിടെ വരച്ചത് സുമിത് റൈറ്റ് തന്നെയാണ്. ഇഫ് ദർ ആർ 6 persons between them. സോ ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 persons between them. ഇവരുടെ ഇടയിൽ മൊത്തം 6 പേരാണെങ്കിൽ ഇവിടെയുള്ള ദൂരം എന്ന് പറയുന്നത് 7 ആവണ്ടേ? ഇവിടെയുള്ള ദൂരം എന്ന് പറയുന്നത് 7 ആവണം. എന്തുകൊണ്ട്? കാരണം 6 പേരാണെങ്കിൽ 6ന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താലല്ലേ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എടുത്ത ഡിസ്റ്റൻസ് വരിക 15, 12, 27, 7, 34 ആണ് ഡിസ്റ്റൻസ് വരിക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാടാ? 34. ഡിസ്റ്റൻസ് എത്രയാടാ? 34. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ എത്ര വരും? നമ്പർ ഓഫ് പേഴ്സൺസ് 34 മൈനസ് 1 ഈക്വൽ ടു 33. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോടാ? സോ 33 ആണ് ഉത്തരം വരിക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ? ക്ലിയർ എന്ന് വെച്ചാൽ 2 തെറ്റാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. 6 പേരാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഫസ്റ്റ് പോയിന്റ്. ഇനി തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് 34 ആണ്. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ എത്രയാന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ വീണ്ടും കുറയ്ക്കണം. ഹൗ മെനി പീപ്പിൾ ആർ ദേർ ഇൻ ദ റോ? 33. ക്ലിയർ? എടാ ഓക്കെ ആണോ? തെറ്റിയ ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യടാ. സെറ്റ് ആണോ? സോ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ക്ലിയർ. ഓപ്ഷൻ 15 + 12 + 6. 15 + 12 + 6. എടാ അല്ലടാ, ഇവിടെ അതെങ്ങനെ നീ 6 ചെയ്യരുതെന്ന് പറയാൻ കാരണം ഇവിടെ നീ എഴുതിയത് 12 റാങ്ക് ആണ്. ഓക്കെ, ഇവിടെ എഴുതിയതും റാങ്ക് ആണ്. അപ്പൊ ഇവിടെ എഴുതുന്നതും റാങ്ക് ആവണ്ടേ? ഇവിടെ മാത്രം നീ എങ്ങനെ നമ്പർ ഓഫ് പേഴ്സൺസ് എഴുതുക? നമ്പർ ഓഫ് പേഴ്സൺ എഴുതുമ്പോഴാണ് ഇവിടെ 6 എഴുതുന്നത് അല്ലേ? എടാ ബാക്കിയുള്ള എല്ലാ കേസിലും നീ റാങ്ക് എഴുതുന്ന സമയത്ത് നീ എങ്ങനെയാടാ ഇവിടെ മാത്രം നീ ഡിസ്റ്റൻസ് റാങ്ക് മീൻസ് നമ്പർ ഓഫ് പേഴ്സൺ എഴുതുക? സോ അതിനെ നീ റാങ്കിലേക്ക് മാറ്റണ്ടേ? അതുകൊണ്ടാണ് ഈ 6 എന്നുള്ളത് ഇവിടെ എഴുതിയ സമയത്ത് 7 ആക്കി മാറ്റിയത്. അതുൽ നോക്കിയാണോ? സോ 15 + 12 + 7 വരണം. ക്ലിയർ? അതുൽ സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഈ ദിവസം ഓക്കെ. നല്ല ക്വസ്റ്റ്യൻ ആണ്. അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, 19. ഓപ്ഷൻ എ 16. ഓക്കെ, വേറെ ആൻസർ? ചൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ചിന്തിച്ച് ഉത്തരം പറയാ. ചിന്തിച്ച് ചെയ്ത് നോക്കുക. 19. ഓക്കെ. 18 സഹൽ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. 19, 18 ഒരുപാട് ഉത്തരം വരുന്നുണ്ട്. നോക്ക് 18. ഓക്കെ, 19 എ ബി. ഓപ്ഷൻ ബി എത്രയാ? 19. 18, 18, 18. അപ്പൊ 18 കുറച്ച് പേര് പറയുന്നുണ്ട്. നോക്ക്, ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ശ്രദ്ധിച്ചോ. ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. ഇൻ എ റോ അനുപം ഈസ് 11th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. സോ അനുപം ഇവിടെ. അനുപം കുറച്ചും കൂടി ഇങ്ങോട്ട് വരിക.
സോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 11. ഇനി എന്താ പറയുന്നത്? ദീപക് ഈസ് 13th ഫ്രം ദ റൈറ്റ് എൻഡ്. ദീപക് ഈസ് 13th ഫ്രം ദ റൈറ്റ് എൻഡ്. ദീപക് ഈസ് ലെഫ്റ്റ് ടു അനുപം. അപ്പോ ലെഫ്റ്റ് ടു അനുപം വരികയാണെങ്കിൽ ദീപക് ഇവിടെ വരണം, അല്ലേടാ? ദീപക് ഇവിടെ വരണം. സോ അനുപം എന്നുള്ളത് ഞാൻ ഇവിടെ അനുപം, ദീപക് ഇവിടെ വരണം. സോ ഈ പൊസിഷനിൽ വരണം, ഇങ്ങനെ വരണം. ദീപക് ഈസ് 13th ഫ്രം ദ റൈറ്റ് എൻഡ് എങ്കിൽ മാത്രമേ, സോ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 13 എങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? അനുപമിന്റെ ലെഫ്റ്റ് ആണ് ദീപക് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ ദീപക് ഓക്കെ അല്ലേ? സോ ഓൾറെഡി ഇവിടെ അനുപം ഇരിക്കുന്നുണ്ട്, ഇവിടെ ദീപക് ഇരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഇവിടെ ദീപക് ഇരിക്കുന്നുണ്ട്. അനുപമത്തിന്റെ ലെഫ്റ്റ് ആണ് ആരിയിരിക്കുന്നത്? ദീപക് ഇരിക്കുന്നത്. ഇഫ് ദർ ആർ 4 പേഴ്സൺസ് ബിറ്റ്വീൻ ദം എന്ന് പറയുകയാണെങ്കിൽ ഈ പോയിന്റ് ഈ പോയിന്റ് വരെയുള്ള ദൂരം എത്രയാ? ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഈ പോയിന്റിലുള്ള ദൂരം 5 ആയിരിക്കും. കാരണം എന്താ? 4 പേരാണ് ഇരിക്കുന്നെങ്കിൽ റാങ്കിലേക്ക് മാറ്റുന്ന സമയത്ത് എത്രയാവും? 4 + 1 5 ആവും. ഇനി ആലോചിക്ക്, എടാ ഒറ്റ പോയിന്റ് നമുക്ക് ഒരു കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ പറയണമെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ആളുകളെ പറ്റി പറയണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ആ ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം. ഈ ഡിസ്റ്റൻസ് അറിയുന്നത് തന്നെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരാളുടെ തന്നെ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നുള്ള പൊസിഷൻ കിട്ടണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു കേസിലെ ടോട്ടൽ ഒരു ക്യൂവിലെയോ ഒരു ഇതിലെയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ മൊത്തം ആളുകളെ കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഒരാളുടെ തന്നെ 2 പൊസിഷൻ അറിയണം. അതേപോലെ തന്നെ അത് തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാൻ പറ്റണം. അപ്പൊ നോക്ക്, ഇവിടെ നിന്ന് ഇവിടം വരെ 11, ഇവിടെ നിന്ന് ഇവിടം വരെ 13, ഈ ദൂരം 5. ഇത് 3 മാത്രമാണ് നമ്മുടെ കൈ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് അനുപമിന്റെ പൊസിഷൻ 11, റൈറ്റ് ഹാൻഡിൽ നിന്ന് ദീപകിന്റെ പൊസിഷൻ 13. ഇനി ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആളുകൾ 4 ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് 5. ഇനി എങ്ങനെയാണ് മൊത്തം ദൂരം അറിയാൻ പറ്റുക? ഇത്രയുള്ള പോയിന്റ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 11 ആണ്. അതിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 5 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാവണം? 6 ആവണ്ടേ? എങ്കിലല്ലേ 6ഉം 5ഉം താഴെയുള്ള 11 ബാലൻസ് ആവുള്ളൂ. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. എടാ ഇവിടെ നിന്ന് ഇവിടം വരെ 5 ആണ്, ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് അനുപം വരെ ദൂരം 11 ആണ്. അപ്പൊ 11 5 കുറച്ചാൽ കിട്ടുന്ന 6 ആയിരിക്കുമല്ലോ ഈ ദൂരം. ഇനി ഇങ്ങോട്ടേക്ക് വാ. ഇപ്പൊ ദീപക് തന്നെ റൈറ്റ് ഹാൻഡിൽ നിന്ന് 13ാമതാണ്, ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഇപ്പൊ 6ാമതായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെയുള്ള ദീപക് റൈറ്റ് ഹാൻഡിൽ നിന്ന് 13ാമതാണ്, ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 6ാമതാണ്. അപ്പൊ എന്ത് കണ്ടെത്താൻ പറ്റും? ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലേ? സോ 13 + 6 19 ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് പേഴ്സൺ കിട്ടണമെങ്കിൽ 19 - 1 = 18. ഓപ്ഷൻ ഡി ആണ് വരിക. മനസ്സിലായോ? തെറ്റിക്കരുത്. നിങ്ങളോട് ചോദിച്ചെന്താ? ഹൗ മെനി പേഴ്സൺസ് ആർ ദർ ഇൻ ദ റോ എന്നാണ് ചോദിച്ചത്. ഹൗ മെനി പേഴ്സൺസ് ആർ ദർ ഇൻ ദ റോ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് മാത്രം കൂട്ടി നോക്കിയിട്ട് കാര്യമില്ല. ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമ്പർ ഓഫ് പേഴ്സൺ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നിങ്ങൾ ഐഡിയ ആലോചിക്കാൻ പറയുന്നത്. ഇങ്ങനത്തെ നല്ല ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ വരച്ചാൽ പെട്ടെന്ന് പരിപാടി തീരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പരിപാടി മനസ്സിലായോ? എടാ ഞാൻ പറഞ്ഞ ഐഡിയ കത്തിയോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോടാ? ജസ്റ്റ് കമന്റ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്ലിയർ? എല്ലാരും കമന്റ് ചെയ്യുക. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയെന്ന് പറയാം. ജസ്റ്റ് ഇപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ, 67 പേരുണ്ട്. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ തെറ്റിക്കരുത്. അവസാനം കൊണ്ടുവന്നിട്ട് പഠിക്കൊണ്ട് കലൊടിക്കരുത് എന്ന് പറയുന്ന പോലെ ഇത് തെറ്റിക്കരുത്. ഇതുവരെ എല്ലാവരും ചെയ്യും. ഇവിടെ നിന്ന് 19, ഇതും വരച്ച് 19 കിട്ടി. അവസാനം 19 മാർക്ക് ചെയ്ത് പോയത്. നമ്പർ ഓഫ് പേഴ്സൺ ആണ് ചോദിച്ചത്. ഈ ക്യൂവിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ചേ പറയാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ പറ്റൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. 9 ചെയ്യും. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം, ഇത് ചെയ്യും. കിട്ടുന്നുണ്ടോ?
ഓപ്ഷൻ ബി 32. ഓക്കെ, ഓപ്ഷൻ ബി 32 പറയുന്നുണ്ട്. നോക്കാം ശരിയാണോ എന്ന്. ഓക്കെ, 32. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കും. അപ്പൊ ഇന്നോട് ശ്രദ്ധിക്കണം. In a row of girls, Reena is 10th to the left of Pallavi, who is 17th from the right end. അപ്പൊ ഇവിടെ ലെഫ്റ്റ് എൻഡ്, ഇവിടെ റൈറ്റ് എൻഡ്, ലെഫ്റ്റ് എൻഡ്, റൈറ്റ് എൻഡ്. സോ റീന ഇസ് 10th to the left of പല്ലവി. സോ ഇവിടെ എവിടെയാ പല്ലവി ഇരിക്കുന്നുണ്ട്? പല്ലവി. സോ പല്ലവി. റീന ഇസ് 10th to the left of പല്ലവി. സോ ഇവിടെ റീന ഇരിക്കുന്നുണ്ട്, റീന. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ റീന എന്ന് പറഞ്ഞ് 10th to the left of പല്ലവി. അപ്പൊ ഈ ഡിസ്റ്റൻസ് 10 ആണ്. ഇനി എന്താ പറയുക? പല്ലവി ഹു ഈസ് 17th ഫ്രം ദ റൈറ്റ് എൻഡ്. സോ ഈ പല്ലവിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഹു ഈസ് 17th ഫ്രം ദ റൈറ്റ് എൻഡ്. സോ റൈറ്റ് എൻഡ് പല്ലവി എത്ര ദൂരം? 17. റൈറ്റ് എന്നുള്ള ദൂരം എത്രയാടാ? 17. ഓക്കെ ആണോ? റൈറ്റ് എന്നുള്ള ദൂരം എന്ന് പറയുന്നത് 17 ആണ്. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ചോദിക്കുന്നത് എന്താ? അടുത്ത പുതിയൊരാള് സ്വാതി. സ്വാതി ഈസ് 4th to the right of റീന. സ്വാതി ഈസ് 4th to the right of റീന. സ്വാതി ഈസ് 4th to the right of റീന. അപ്പൊ ഇവിടെ എവിടെയോ സ്വാതി ഉണ്ട്. സ്വാതി ഈസ് 4th to the right. സോ സ്വാതി എന്ന് പറയുമ്പോൾ 4th റൈറ്റ്. അപ്പൊ ഈ ദൂരം എത്രയാ? 4. ഈ ദൂരം 4 ആണെങ്കിൽ ഇത് ടോട്ടൽ 10 ആണെങ്കിൽ ഈ ദൂരം 6 ആണല്ലോ. ഈ ദൂരം 6 ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? സ്വാതി ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സ്വാതി ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് എൻഡ് നിന്ന് സ്വാതിന്റെ ദൂരം എത്രയാ? സ്വാതിന്റെ ദൂരം എന്ന് പറയുന്നത് 10 ആണ്. സ്വാതിന്റെ ദൂരം 10. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഈ ദൂരം 10 ആണ്. ഓക്കെ, സോ എല്ലാം കിട്ടൂലേ? ലെഫ്റ്റ് എൻഡ് നിന്ന് സ്വാതി. ഇപ്പൊ സ്വാതിനെ വിത്ത് റെസ്പെക്ട് സ്വാതി പറയുകയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് സ്വാതി എത്രാമതാ? 10ാമതാണ്. അപ്പൊ റൈറ്റ് നിന്ന് സ്വാതി എത്രാമതാ? ഒരു 17ഉം ഒരു 6ഉം കൂടെ ആഡ് ചെയ്താൽ പോരെ? അപ്പൊ ടോട്ടൽ സിമ്പിൾ ആയിട്ട് കിട്ടൂലേ? 17 പ്ലസ് 6 പ്ലസ് 10 ആണ് ഡിസ്റ്റൻസ് വരിക. ഇതാണ് ഡിസ്റ്റൻസ് വരിക. ഓക്കെ ആണോ? സോ ഇത് മൊത്തം ആഡ് ചെയ്താൽ 33. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ കിട്ടണമെങ്കിലോ 33 ഒന്ന് 1 കുറയ്ക്കുക. 33 മൈനസ് 1 ഈക്വൽ ടു 32. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഇവിടെ എല്ലാവർക്കും ഓക്കെ ആണോ? ഡാർക്കെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ. സത്യം പറഞ്ഞത് ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. സംഭവം ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ ചിന്തിക്കുന്ന വഴി നമ്മൾ ലോജിക്കലി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വരയ്ക്കേണ്ടി വരും. പക്ഷെ ഈ രീതിയിലേക്ക് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പരിപാടി തീരും. ക്ലിയർ. സോ ഇതാണ് റീസണിങ് പോയിന്റ് ഓഫ് വ്യൂ പറയാനുള്ള ഒരു പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്. സോ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക്. ഇന്റർചേഞ്ച് ആണ്, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക്. ഓപ്ഷൻ എ. ആലോചിച്ച് നോക്ക്. 25. ഓക്കെ, 25. ഓക്കെ, 25. ശ്രദ്ധിക്ക്, പോയിന്റ് ശ്രദ്ധിക്ക്. ഓക്കെ, നോക്ക്. അപ്പൊ 2 പോയിന്റ്. സോ വീണ്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ്. എടാ ഇത് ഈ ഇന്റർചേഞ്ച് രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻ എ റോ ഇന്ദു ഈസ് 7th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഇവിടെ ഇന്ദു ഇരിക്കുന്നുണ്ട്, ഇന്ദു. സോ 7th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഈ ദൂരം എന്ന് പറയുന്നത് 7 ആണ്. ക്ലിയർ. ഇനി ജെ ഈസ് 9th ഫ്രം ദ റൈറ്റ് എൻഡ്. സോ ഇവിടെ ആരായിരിക്കുന്നത്? ജയ. ജയ എത്രയാണെന്ന് പറയുന്നത്? 9th ആണെന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഇവർ ഇന്റർചേഞ്ച് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ദുവിന്റെ ലെഫ്റ്റ് ഇരിക്കുന്ന ആൾക്കാർ മാറൂല, ജയന്റെ റൈറ്റ് ഇരിക്കുന്ന ഈ 9 ആൾക്കാരും മാറൂല. അതേപോലെ തന്നെ ഇവരുടെ ഇടയിൽ എത്ര ആൾക്കാരാണ് ഇരിക്കുന്നത് അവരും മാറൂല. അത് പ്രത്യേകിച്ച് നമുക്ക് അറിയില്ല, നിലവിൽ നമുക്ക് അറിയില്ല, യാതൊരുവിധ ചേഞ്ചും വരില്ല. സോ ഇവർ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള മാറ്റം എന്താ? ഇവിടെ പോയിട്ട് ജയ ഇരിക്കും, ഇവിടെ പോയിട്ട് ജയ ഇരിക്കും, ഇവിടെ പോയിട്ട് ഇന്ദു ഇരിക്കും. വേറെ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വരുന്നില്ല.
അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, ദെൻ ഇന്ദു ബിക്കംസ് 17th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ദുവിന്റെ ന്യൂ പൊസിഷൻ എവിടെയാ, ഇവിടെ 17th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ഈ എൻഡ് വരെയുള്ള ദൂരം എത്രയാ, 17. ഈ എൻഡ് വരെയുള്ള ദൂരം എത്രയാ, 17. 17th എന്നല്ലേ പറയുന്നത്, 17 എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത് ഹൗ മെനി പേഴ്സൺസ് ആർ ദർ ഇൻ ദ റോ. അപ്പൊ സിമ്പിൾ അല്ലേ, എടാ ഇവരുടെ ഇടയിലുള്ള ആൾക്കാരെ കിട്ടണമെങ്കിൽ ഈ 17ന്ന് ഈ 7 കുറച്ചാ പോരെ. 17 7 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എത്ര കിട്ടും, 17ന്ന് 7 കുറയ്ക്കുക. 17 7 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയിൽ എത്ര കിട്ടും, 10. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കയ്യിലായില്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ, 10 പ്ലസ് 7 പ്ലസ് 9. 10 പ്ലസ് 7 പ്ലസ് 9, 19ഉം 19ഉം 7ഉം 26. 26ന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന 25 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, പോയിന്റ് ഓക്കെ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് വളരെ സിമ്പിൾ ആണെങ്കിൽ ഈ മെത്തേഡിലാണ് സിമ്പിൾ ആയി മാറുന്നത്. പക്ഷെ നോർമലി ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയം എടുത്തിട്ടായിരിക്കും ഉത്തരം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ, പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം, പോയിന്റ് ക്ലിയർ ആണോ. ഇനി ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? ക്ലിയർ ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതിൽ വേറെ ഒരു ചേഞ്ചും ഇല്ല. ക്ലിയർ ആണോ? ക്ലിയർ, ഓക്കെ. ബാക്കിയുള്ള ആളുകൾ കമന്റ് വെറുതെ ഒന്നും ചെയ്യടാ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയടാ, അടുത്തേക്ക് പോവാം. ഓക്കെ, 17 പ്ലസ് 9 ചെയ്താൽ മതി. വൺസ് മോർ പ്ലീസ്. ഓക്കെ, നോക്ക്, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓൾറെഡി ഉള്ള 7th ലെഫ്റ്റിന്ന് ഇന്ദു 7 ആണ്, ജയ റൈറ്റിന്ന് 9 ആണ്. സോ ഇവർ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറി, എന്ത് മാറ്റാ വന്നത്, ലെഫ്റ്റ് എൻഡിന്ന് ഇന്ദു എന്ന് പറഞ്ഞത് 17ാമതായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 17ന്റെ കൂടെ ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ ഓൾറെഡി 17. സോ ഡിസ്റ്റൻസ് എത്ര വരും, ഇത് ആഡ് ചെയ്താലും മതി. 17. എടാ ഇവിടെ നിന്ന് ഇവിടം വരെ 17, ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ 9 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 17 പ്ലസ് 9, 17 പ്ലസ് 9 26. ഈ 26ന്ന് 1 മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഇടയിലുള്ള 10 കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 26 1 മൈനസ് ചെയ്താൽ 25, ഓപ്ഷൻ എ വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്, വീണ്ടും ഇന്റർചേഞ്ച് ആണ്. ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്തേ. ആരാദ്യം പറയും, സെയ്. $16. ഓക്കെ, അപ്പൊ നോക്ക്, ഇൻ എ റോ ഓഫ് ചിൽഡ്രൻ, ദീപ്തി ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഇത് ലെഫ്റ്റ് എൻഡ് ആണ്, ഇത് റൈറ്റ് എൻഡ് ആണ്. ഓക്കെ, ദീപ്തി ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഇത് ഇവിടെ നിന്ന് ഇവിടെ ദീപ്തി എത്രാമതാണ്, ദീപ്തി ഈസ് 10th. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് 10ാമതാണ്, 10th. കമൽ ഈസ് 8th ഫ്രം ദ റൈറ്റ് എൻഡ്. സോ ഇവിടെ കമൽ എത്ര ദൂരം, 8, 8ാമതാണ്. വെൻ ദേ ഇന്റർചേഞ്ച് ദേ പൊസിഷൻ, സോ ഇവിടെ കമൽ ഇരിക്കും, ഇവിടെ ദീപ്തി ഇരിക്കും. യാതൊരു ചേഞ്ചും വേറെ ഒന്നും വരാനില്ല. ഇവിടെ കമൽ ഇരിക്കും, ഇവിടെ ദീപ്തി ഇരിക്കും. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് കമൽ ബിക്കംസ് 15th ഫ്രം ദ റൈറ്റ്. സോ 15th ഫ്രം ദ റൈറ്റ്. സോ ഏതാ ദൂരം, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് എത്ര, 15. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് 15. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ടോട്ടൽ ഇവിടുന്ന് 15 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 8 ആണെങ്കിൽ ഈ ദൂരം 7 ആവണ്ടേ, ഇവിടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 7 ആവണ്ടേ. ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂ പൊസിഷൻ ഓഫ് ദീപ്തി ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ദീപ്തി ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എത്രയാ, എടാ ലെഫ്റ്റ് എൻഡ് ദീപ്തി, പുതിയ ദീപ്തി എവിടെയാ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്താ ചോദിച്ചത്,
വാട്ട് ഈസ് ദ ന്യൂ പൊസിഷൻ? പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ബട്ട് എന്താടാ, റാങ്ക് അല്ലേ ചോദിച്ചത്, റാങ്ക് ആണ് ചോദിച്ചത്. റാങ്ക് നോക്കുന്ന സമയത്ത് 10+7 ചെയ്താൽ മതി. 10+7 10+7 17. അതിനൊന്ന് കുറയ്ക്കണോ? അതിനൊന്ന് കുറയ്ക്കേണ്ട കാര്യമില്ല. 17 ഒന്ന് കുറച്ച് 16 ഉത്തരം പറയരുത്. 16 ഉത്തരം പറയണമെങ്കിൽ എന്ത് വേണം? ഇവരുടെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിക്കണം. മനസ്സിലായോ? ഇവരുടെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് കമലിന്റെ മുന്നേ എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ ചോദിച്ചാലേ 16 പറയും. ഇത് ഡയറക്ട്ലി ചോദിച്ചെന്താ, വാട്ട് ഈസ് എ ന്യൂ പൊസിഷൻ? പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ സി ആണ് ഉത്തരം വരെ. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? ക്ലിയർ? ജസ്റ്റ് കമന്റ് ചെയ്തേ, അടുത്തേക്ക് പോട്ടെ. യെസ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? സോ നമ്മളെ പെയ്ഡ് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഡെലിവർ ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ സെയിം ക്ലാസ് മെറ്റീരിയൽ ആണ്. എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ, സെറ്റ്? ഇത് ചെയ്തേ, സെറ്റ് ആണ്. ഓക്കെ, ഇത് ചെയ്. ഓപ്ഷൻ എ 60. 60. ഓക്കെ, 60 ആണ് അല്ലേ? ഓക്കെ, എല്ലാവർക്കും 60 കിട്ടുന്നത്. ഓക്കെ, 60. ഒരാൾക്ക് 75 കിട്ടുന്നുണ്ട്. ഓക്കെ, അഞ്ജന 75. ഓക്കെ, നോക്ക് ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ ക്ലാസ് among the past students, in a class among the past students, Neeta is 22nd from the top. അപ്പൊ ഇവിടെ ടോപ്പും ബോട്ടവും നോക്കുകയാണെങ്കിൽ ടോപ്പ് ബോട്ടം, നീത്ത ഈസ് 22nd ഫ്രം ദ ടോപ്പ്. അപ്പൊ ഇവിടെ നീത്ത ഇരിക്കുന്നുണ്ട്, നീത്ത. ഈ ദൂരം എത്രയാടാ? 22, 22nd. ഓക്കെ അല്ലേ? സോ അടുത്ത് നോക്ക്, കമൽ ഈസ് 5 റാങ്ക് ബിലോ നീത്ത. കമൽ, അപ്പൊ ഇവിടെ കമൽ ഉണ്ട്. കമൽ ഈസ് 5 റാങ്ക് ബിലോ നീത്ത. അപ്പൊ ഈ ദൂരം എത്രയാ? 5. എന്ന് പറയുന്നുണ്ട്. ആൻഡ് 34th ഫ്രം ദ ബോട്ടം. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് 34 ആണ്. അപ്പം all the students from class appeared for an examination if the ratio of the students who passed to the whose failed is 4:1. അപ്പം ഇത് ആക്ച്വലി എന്താ? ഇത് എന്ന് പറയുന്നത് in the class among the past students. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം past students ആണ്. അപ്പൊ past സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാ? past സ്റ്റുഡൻസിന്റെ എണ്ണം 22 + 5 + 34 എത്ര വരും? 61. 61 ഒന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 60 കിട്ടും. ശരിയാണോ? 34 64 61 60. സോ 60 എന്ന് പറയുന്നത് എന്താടാ? 60 എന്ന് പറയുന്നതാണ് പാസ്റ്റ് സ്റ്റുഡൻസ്. നമ്മളോട് എന്താ ചോദിച്ചത്? പാസ്റ്റ് സ്റ്റുഡൻസിന്റെ എണ്ണം അല്ലല്ലോ. ഹൗ മെനി പാസ്റ്റ് സ്റ്റുഡൻസിന്റെ എണ്ണമാണോ? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് അല്ലേ? ഇനി ഇതിന്റെ റേഷ്യോ എത്രയാ? ഈ 4:1 4:1 റേഷ്യോയിലാണുള്ളത്. 4:1.
അപ്പൊ ആക്ച്വലി 4ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയ എന്ത് 60 എന്ന് പറയുന്നത്. 60 ഇൻറ്റു എത്രയാ 15 ടൈംസ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എത്ര കാണുന്നത് 5 യൂണിറ്റ്. സോ 5 ഇൻറ്റു 15 ഈക്വൽ ടു 75. സോ ഇങ്ങനെ ഇത്രയും ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മണ്ടത്തരത്തിലാണ് മാർക്ക് പോകുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ എ വരത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് പാസ് സ്റ്റുഡൻസ്, ചോദിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ് എന്നാണ് ചോദിച്ചത്. സോ പാസ് സ്റ്റുഡൻസിന്റെ എണ്ണം ആണെങ്കിൽ നിങ്ങൾ 60 പറയുന്നത് ശരിയായിരുന്നു. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 60 വരൂല 75 ആണ് വരിക. കണ്ടോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തതിന്റെ പ്രശ്നമാണോ? അല്ല. പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയൊക്കെയാണ് റീസണിംഗിൽ നെഗറ്റീവ് വരിക. റീസണിംഗ് അത്രത്തോളം സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സില്ലി മിസ്റ്റേക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? കണ്ടന്റ് സെറ്റ് ആണോ? കണ്ടന്റ് ഓക്കെ ആണോ? ക്ലിയർ? ഒന്നുകൂടെ പറയുമോ? 34th റാങ്ക് മാർക്ക് ചെയ്തത്. ഓക്കെ എടാ 34 മാർക്ക് ചെയ്ത് നോക്കടാ. 34 ഫ്രം ദ ബോട്ടം. കമൽ ഈസ് 5 റാങ്ക് ബിലോ നീത്ത ആൻഡ് ഈസ് 34 ഫ്രം ദ ബോട്ടം. എടാ ഈ ആള് കമലിനെ പറ്റി തന്നെയാണ് കേട്ടോ ഈ ആൻഡീസ് പറയുന്നത്. ആൻഡ് 34 ഫ്രം ദ ബോട്ടം എന്നാണ് പറയുന്നത്. സോ അവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് നിങ്ങൾ അത് മൈൻഡ് നോക്കണ്ട. ഇത്രയാണ് ചോദിച്ചത്. കമൽ ഈസ് 5 റാങ്ക് ബിലോ നീത്ത ആൻഡ് 34 ഫ്രം ദ ബോട്ടം. ഓക്കെ ആൻഡ് നീത്തന്റെ കാര്യമല്ല പറഞ്ഞത്. കമൽ ഈസ് 5 റാങ്ക് ബിലോ നീത്ത. അപ്പൊ കമൽ എന്ന് പറയുന്നത് നീത്ത കഴിഞ്ഞിട്ട് ഒരു 5ഉം അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരാൾ ആ കമല് തന്നെ ബോട്ടം 34ാമതാണെന്നാണ് പറഞ്ഞത്. ക്ലിയർ? ഓക്കെ അപ്പൊ 34 പ്ലസ് 5 ആണ് എന്ത് വരിക? 34 പ്ലസ് 5 പ്ലസ് 72 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. ആ ഡിസ്റ്റൻസ് ഒന്ന് മൈനസ് ചെയ്താൽ 60 ആണ് എന്ത് വരുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് പാസ് സ്റ്റുഡൻസിന്റെ എണ്ണം വരുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത എത്ര വരും? 4:1. 4 എന്ന് പറഞ്ഞാൽ 60 ആണെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 75 ആണ്. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചെയ്. ഓക്കെ ക്ലിയർ. ഈ ക്വസ്റ്റ്യൻ ചെയ്. So 35. അവിടെ നോക്കടാ. A is 10th from the top. So വീണ്ടും ടോപ്പ് ബോട്ടം. A is 10th from the top. So A എന്ന് പറയുന്ന ആള് ഇവിടെയാണ് ഇരിക്കുന്നത്. A is 10th from the top. അപ്പൊ ഈ ദൂരം എത്രയാണ്? 10. ഓക്കെ അല്ലേ? A is 10th from the top. B is 15th from the bottom. So ഇവിടെ ആര് ഇരിക്കുന്നുണ്ട്? B ഇരിക്കുന്നുണ്ട്. B is 15th from the bottom. So ഇവിടെയുള്ള ദൂരം 15. C is 18th from the top. C എന്ന് പറയുന്നത് 18th from the top ആണെങ്കിൽ ഇവിടെ ഇടയിലാണ് ഇരിക്കുന്നത്. C is 18th from the top. ഈ ദൂരം എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിലാണ് ടോട്ടൽ ഡിസ്റ്റൻസ് 18 വരിക. ഇനി നമ്മളോട് എന്ത് പറയുന്നുണ്ട്? C is exactly between the two. C is exactly between the two. അങ്ങനെയാണെങ്കിൽ ഈ A നിന്ന് C ലേക്കുള്ള ദൂരം 8 ആണെങ്കിൽ C നിന്ന് B ലേക്കുള്ള ദൂരവും 8 ആവണ്ടേ? C നിന്ന് B ലേക്കുള്ള ദൂരവും 8 ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 പ്ലസ് 8 ട്ടും 16 പ്ലസ് 15. 16 31 പ്ലസ് 10 41. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ എത്രയാ? നമ്പർ ഓഫ് പേഴ്സൺസ് ഈക്വൽ ടു 41 മൈനസ് 1 ഈക്വൽ ടു 40. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഇവിടെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ. ഓക്കെ ആണോടാ? ക്ലിയർ? ക്ലിയർ ആണോടാ?
അടുത്തേക്ക് പോട്ടെ. 68 പേരുണ്ട്. സോ 68 പേരിൽ ആകെ നമ്മൾ നോക്കുമ്പോൾ 10-15 പേര് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലാവാത്തതാണോ അറിയില്ല. ഓക്കെ ആണോ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. സോ അവിടെ നിന്ന് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. സോ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾ ഈ രീതിയിലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യും, എല്ലാവരും ചെയ്യും. പക്ഷേ ഓൾറെഡി നിങ്ങൾ എടുക്കുന്ന 1 മിനിറ്റ് ആണെങ്കിൽ മെത്തേഡ് വഴി നോക്കുകയാണെങ്കിൽ അതൊരു 30 to 40 സെക്കൻഡിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഇംപ്രൂവ്മെന്റ്, അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു റീസണിങ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും. പക്ഷെ അത് ഒന്ന് ടൈം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതിനാണ് കാര്യം. ഓക്കെ, സെറ്റ് അല്ലേ? അതിനാണ് ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്തോ. ദിസ് വെരി സിമ്പിൾ. ഇത് ഹോംവർക്ക് ചെയ്താൽ മതി, ഇത് ഹോംവർക്ക് ചെയ്താൽ മതി. ഇത് ഉത്തരം പറയണ്ട. ഇത് വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കണ്ടന്റ് പറഞ്ഞുതരാം. ഓക്കെ, നോക്ക്. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കണ്ടന്റ് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ശ്രദ്ധിക്ക്. സോ 2 കണ്ടീഷൻ. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. ഇനി എഴുതൊന്നും വേണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം. മാക്സിമം. ഓക്കെ. രണ്ടാമത്തത് മിനിമം. ഓക്കെ ആണോ? സ്ലോ ചെയ്യാവോ? ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്നില്ല. എടാ, ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതിയെടുക്കണ്ട. നീ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇതിന്റെ റെക്കോർഡ് സെഷൻ വരൂലേ, ആ സമയത്ത് എഴുതിയെടുത്താൽ മതി. ഇതിൽ നമ്മൾ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരുപാട് ടൈം എടുക്കൂലടാ. അപ്പൊ ഇത് ലൈവ് സെഷൻ കഴിഞ്ഞാൽ ഇതിന്റെ റെക്കോർഡിംഗ് കാണാൻ പറ്റുമല്ലോ. അപ്പൊ എഴുതിയെടുത്താ പോരെ. മാക്സിമം, മിനിമം. ഓക്കെ അർജുൻ? ഇപ്പൊ നീ ക്ലാസ് ശ്രദ്ധിക്കും. ഇപ്പൊ നീ ക്വസ്റ്റ്യൻ എഴുതണ്ട, നീ ഇതിന്റെ കണ്ടന്റ് മനസ്സിലാക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്യാ, ക്ലാസ്സിൽ അത് നമ്മൾ PDF പ്രൊവൈഡ് ചെയ്യില്ലേ. ക്വസ്റ്റ്യൻ PDF ഉറപ്പായിട്ടും PDF നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്ക്, ശ്രദ്ധി. അപ്പൊ മാക്സിമം, അതേപോലെ തന്നെ മിനിമം. എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വെച്ചോ. ഇപ്പൊ സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കേണ്ട, ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ലെഫ്റ്റ് നിന്ന് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കും. ലെഫ്റ്റ് നിന്ന് നോക്കുന്ന സമയത്ത് റാമിന്റെ പൊസിഷൻ 15-ാമതാന്ന് വിചാരിക്കും. ശ്യാമിന്റെ പൊസിഷൻ 16-ാമതാണ്. അതേപോലെ തന്നെ ടോട്ടൽ ഈ ക്യൂയില് 50 പേരാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ക്യൂവിന്റെ ഇവരുടെ ഇടയിൽ, റാമിന്റെയും ശ്യാമിന്റെ ഇടയിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട്? ഇതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് പറയാം. ടോട്ടല് ലെഫ്റ്റ് നോക്കുന്ന സമയത്ത് റാമിന്റെ പൊസിഷൻ 15 ആണ്. റൈറ്റ് നിന്ന് നോക്കുന്ന സമയത്ത്, സോറി ഇവിടെ റൈറ്റ് ഉണ്ട്, റൈറ്റ് നിന്ന് നോക്കുന്ന സമയത്ത് ശ്യാമിന്റെ പൊസിഷൻ 16-ാമതാണെങ്കിൽ ടോട്ടൽ ക്യൂവില് 50 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം ഇവരുടെ ഇടയിൽ, റാമിന്റെയും ശ്യാമിന്റെയും ഇൻ ബിറ്റ്വീൻ ദം, ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് ശ്യാം. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആലോചിക്ക്. വെരി ഗുഡ്, 18. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതാണ് നമ്മുടെ ക്യൂ എന്ന് വിചാരിക്കും. സോ ഇതിന്റെ ലെഫ്റ്റ് എൻഡ്, റൈറ്റ് എൻഡ്, ഇതിന്റെ ലെഫ്റ്റ് എൻഡ്, റൈറ്റ് എൻഡ്. സോ ഈ ലെഫ്റ്റ് എൻഡ് റൈറ്റ് എൻഡ് നോക്കുമ്പോൾ റാം ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്യാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. സോ ഈ കേസിൽ റാം ലെഫ്റ്റ് നിന്ന് 15-ാമതാണ്. സോ ഈ ദൂരം 15. ശ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 16 ആണെങ്കിൽ, ഇവിടെ വേറെ പ്രത്യേകിച്ച് എന്ത് വരുന്നില്ല,
ഒരുമിച്ച് വരുന്ന ഡബിൾ കൗണ്ട് എന്ന പരിപാടിയേ വരുന്നില്ല. കാരണം ഈ 15 എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് റാമാണ്. ഇവിടെ 16ാമതാണ് ശ്യാം എന്ന് പറയുമ്പോൾ അവിടെയും ശ്യാം ഇൻക്ലൂഡ് ആണ്. ഇപ്പൊ 16ാമതാണ്. അവിടെ പ്രത്യേകിച്ച് രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയം ഇൻക്ലൂഡ് ആക്കുന്നില്ല, ഡബിൾ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 50 പേരാണ് ടോട്ടൽ ക്യൂവിൽ ഉള്ളതെങ്കിൽ ഈ 16 15 എത്രയായി? 31. 16 15 31. 16 15 എത്രയാ? 31. നോക്ക്, ടോട്ടൽ ഉള്ള 16 പ്ലസ് 15, 16 പ്ലസ് 15 എത്ര വന്നു? 31 വന്നു. ഇനി ആ 50 31 കുറയ്ക്കി, 50 31 കുറച്ച് എത്ര കിട്ടും? 50 31 കുറച്ചാൽ കിട്ടുന്ന ബാക്കി റിമൈനിങ് 19 പേരായിരിക്കും ഇവരുടെ ഇടയിൽ ഉണ്ടാവുക. ആ ഒരു കാര്യത്തിന് ഡൗട്ട് ഉണ്ടോ? 31 കുറച്ച് കഴിഞ്ഞാൽ 41 50, എടാ 19 പേര്. അതിന് നീ വീണ്ടും ഒന്ന് കുറയ്ക്കാൻ നിൽക്കരുത്. ഇത് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ ഡിസ്റ്റൻസും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തന്നെ രണ്ട് സ്ഥലത്ത് നിന്ന് എണ്ണേണ്ടി വരണം. എണ്ണിയാൽ മാത്രമാണ് ആ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കേണ്ടത്. ക്ലിയർ ആണോ? എടാ ഇവിടെ ഈ 15 എന്ന് പറയുമ്പോൾ റാമും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ 16 എന്ന് പറഞ്ഞാൽ ശ്യാം ഇൻക്ലൂഡഡ് ആണ്. ഇനി സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉള്ളവരാണ്. അവർ വീണ്ടും ഡബിൾ കൗണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ 50 നിന്ന് ഈ 31 കുറച്ചാൽ കിട്ടുന്ന ആളുകളായിരിക്കും ഈ റാമിന്റെയും ശ്യാമിന്റെ ഇടയിൽ ഉണ്ടാവുക. അത് ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് പറ. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണ്. സോ ഒരു കണ്ടീഷൻ തരുന്ന സമയത്ത് നിങ്ങളോട് നമ്പർ ഓഫ് പേഴ്സൺസ്, ഇടയിലുള്ള ആളുകൾ, ഒരു രണ്ടുപേരുടെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇതേപോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്നും ആളുകൾ തരികയാണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്നും ആളുകളുടെ എണ്ണം തരികയാണ്. സോ സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ ദം. സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആദ്യം നിങ്ങൾ ടോട്ടൽ നോക്കുക. ടോട്ടൽ എത്രയാണ്? 50 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? L പ്ലസ് ആർ ആഡ് ചെയ്ത് നോക്കുക. ലെഫ്റ്റിന്റെ റൈറ്റിന്റെ സം ആഡ് ചെയ്ത് നോക്കുക. ഇപ്പൊ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്, റൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 31 ആണല്ലോ കിട്ടുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് L പ്ലസ് ആറിന്റെ വാല്യൂ ആണോ ടോട്ടലിന്റെ വാല്യൂ ആണോ കൂടുതൽ എന്ന് നോക്കാം. L പ്ലസ് ആറിന്റെ വാല്യൂ ആണോ ടോട്ടലിന്റെ വാല്യൂ ആണോ കൂടുതൽ നോക്കുക. എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം 50 ആണ്, L പ്ലസ് ആറിന്റെ വാല്യൂ 31 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം ആണ്. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ ദം കിട്ടാൻ, ഇവരുടെ ഇടയിലുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടലിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? L പ്ലസ് ആർ കുറച്ചാൽ മതി. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 50 മൈനസ് 31, 50 മൈനസ് 31 വാല്യൂ എത്ര കിട്ടി? 19 കിട്ടി. 50 മൈനസ് 31 വാല്യൂ 19 കിട്ടി. പറഞ്ഞ കണ്ടന്റ് മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ആണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതെങ്കിൽ, ടോട്ടലിൽ എന്ത് മൈനസ് ചെയ്യുക? L പ്ലസ് ആറിന്റെ വാല്യൂ കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്ന ആ ഒരു നമ്പർ ആണ് മാക്സിമം കണ്ടീഷൻ, അഥവാ അതിന്റെ ഇടയിലുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ ദം. പറഞ്ഞ കണ്ടന്റ് സെറ്റ് ആണോടാ? പറഞ്ഞ കണ്ടന്റ് ഓക്കെ ആണോ? ഇത് വലിയ ഡൗട്ട് ഉണ്ടാവില്ല. മിനിമം ആണ്, കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണ്? ക്ലിയർ? സെറ്റ് ആണോ? അപ്പൊ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടോട്ടൽ ആണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, ടോട്ടൽ ആണ് L പ്ലസ് ആറിന്റെ കാട്ടും വലുതെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻ പറയുന്ന പേരാണ് മാക്സിമം. ആ പറയുന്ന കണ്ടീഷൻ ആണ് മാക്സിമം കണ്ടീഷൻ. സോ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് പേഴ്സൺസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മതിയടാ? ടോട്ടൽ മൈനസ് L പ്ലസ് ആർ. ഈ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, കാര്യം ഒന്ന് എഴുതി വെച്ചേ. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. സോ ഇതാണ് കണ്ടീഷൻ. ടോട്ടൽ ആണ് വലുതെങ്കിൽ, L പ്ലസ് ആറിനെക്കാട്ടും ടോട്ടൽ ആണ് വലുതെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുകയും പിടിക്കുകയും ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? ടോട്ടലിന് L പ്ലസ് ആറിന്റെ വാല്യൂ കുറയ്ക്കുക. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. സോ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവുക. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മിനിമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടോട്ടലിനെക്കാട്ടും കൂടുതൽ ഇവിടെ L പ്ലസ് ആറിന്റെ വാല്യൂ ആണ് കൂടുതൽ എന്ന് വിചാരിക്കും. സപ്പോസ് ഇവിടെ ഞാൻ പറയാണ് ടോട്ടൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അല്ല വേണ്ട, ലെഫ്റ്റ് നിന്ന് റാമിന്റെ പൊസിഷൻ 16ാമതാണ്, റൈറ്റ് നിന്ന് ശ്യാമിന്റെ പൊസിഷൻ 17ാമതാണ്. ടോട്ടൽ ആൾക്കാരുടെ എണ്ണം ഇത് 18ആന്ന് വിചാരിക്കും.
ടോട്ടൽ ആൾക്കാർ 30. സോ ഇതാണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം കണ്ടീഷൻ. ലെഫ്റ്റ് നിന്ന് റാമിന്റെ പൊസിഷൻ 18, റൈറ്റിൽ നിന്ന് ശ്യാമിന്റെ പൊസിഷൻ 17, ടോട്ടൽ 30. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ പോസിബിൾ ആവുന്നത്? ടോട്ടൽ ആകെ 30 പേരല്ലേ ഉള്ളൂ. സോ ആകെ അങ്ങനെ ആവുമ്പോൾ ലെഫ്റ്റ് നിന്ന് റാം 18-ാമതും റൈറ്റിൽ നിന്ന് ശ്യാം 17-ാമതും ആവുന്നത് എങ്ങനെയാന്നുള്ളൊരു കണ്ടീഷൻ ചോദിക്കും. സോ ആ കണ്ടീഷൻ ആണ് മിനിമം കണ്ടീഷൻ. ആ കണ്ടീഷൻ ആണ് മിനിമം കണ്ടീഷൻ. സോ സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം ഇതിന്റെ ബേസിക്സ് പറഞ്ഞു തരാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് ട്രിക്കും പറഞ്ഞുതരാം. അപ്പൊ സോക്ക് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഡയഗ്രം ആണ് വരയ്ക്കുന്നതെങ്കിൽ ഡയഗ്രം ഇങ്ങനെയാണ് വരിക. നോക്ക്. സോ ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇത് റൈറ്റ് ഹാൻഡ്. ശ്രദ്ധിച്ചിരുന്നോ? ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇത് റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് നിന്ന് റാം 18-ാമതാണ്. ലെഫ്റ്റ് ഹാൻഡ് റാം 18-ാമതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരും. റാം എന്ന് പറയുന്നത് ഇവിടെ വരും. റാം 18-ാമതാണ്. സോ റാം എന്ന് പറയുന്നത് ഇവിടെ വരും. എടാ നോക്കടാ, വേറൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ആകെ മൊത്തം 30 പേരാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 31 ആയിരിക്കുമല്ലോ വരിക. ആകെ മൊത്തം 30 പേരാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 31 വരും. സോ സ്വാഭാവികമായിട്ടും ഈ ദൂരം എത്ര വരിക? 18 കഴിഞ്ഞാൽ 31, 18 കൂടെ പോയി കഴിഞ്ഞാൽ 18ഉം 13 വരും അല്ലെ? 13 വരും. സോ ഇനി റൈറ്റ് നിന്ന് ശ്യാം 17 എന്ന് പറയുമ്പോൾ എന്തായാലും ഇത് ക്രോസ് ചെയ്യും. ആ ഒരു ബോധം ഉണ്ടാവണം കേട്ടോ. കാരണം റൈറ്റ് നിന്ന് റാം വരെയുള്ള ദൂരം എത്രയാ? 13 ആണ്. സോ സ്വാഭാവികമായിട്ടും 17 എന്ന് പറയുകയാണെങ്കിൽ റാമിന്റെ ലെഫ്റ്റിലെ ആര് വരുള്ളൂ? സോ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വരും ആര് എന്ന് പറയുന്നത്? ശ്യാം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയഗ്രാം ഓക്കെ ആണോടാ? സോ ഈ ദൂരം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് 17 എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം ഓക്കെ ആണോ? ജസ്റ്റ് കമന്റ് ചെയ്തേ. ആ ഒരു ഡയഗ്രാം ഓക്കെ ആണോ? ഈ ഒരു ഡയഗ്രാം ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇതാണ് മിനിമത്തിന്റെ ഡയഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് കോമൺ ആയിരിക്കും, കുറച്ച് പേര് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഞാൻ പറഞ്ഞ ഈ ഒരു വരച്ച ഡയഗ്രാം ഓക്കെ ആണോ? ഇത് ഇങ്ങനെ വരയ്ക്കാൻ കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നിന്ന് ഇവിടെ വരെ 18, ടോട്ടൽ 31 ആണെങ്കിൽ ഈ ദൂരം 13 വരുള്ളൂ. ഈ ദൂരം 13 വരികയാണെങ്കിൽ 17 എത്തണമെങ്കിൽ കുറച്ചും കൂടെ റാമിന്റെ ലെഫ്റ്റിലേക്ക് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ കണ്ടോ, ഇവിടെയുള്ള ആളുകൾ രണ്ടുപേർക്കും കോമൺ ആണ്. അതുകൊണ്ടാണ് ഈ 18 + 17 ഈ 35ഉം ഈ ടോട്ടലിനെക്കാട്ടും കൂടുതൽ എൽ പ്ലസ് ആറിന്റെ വാല്യൂ കൂടിയത്. സോ ഇനി അങ്ങോട്ടേക്ക് മനസ്സിലായിക്കോ. ഇനി ഇവരുടെ ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? മൊത്തം നോക്കി ശ്രദ്ധിക്കും. ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം? ഓക്കെ നോക്ക്. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 18, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 18. സോ സ്വാഭാവികമായിട്ടും ടോട്ടൽ ഈ ദൂരം എത്രയാ? 17. ടോട്ടൽ ഇവിടെയുള്ള ദൂരം എന്ന് പറയുന്നത് 17. അപ്പൊ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇനി എല്ലാം അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇപ്പൊ ടോട്ടൽ 13, ടോട്ടൽ ഇവിടെ നിന്ന് ഇവിടം വരെ 17 ആണ്. അതിൽ ഇവിടെ നിന്ന് 13 ആണെങ്കിൽ ഈ ദൂരം എത്രയാ? ഈ ദൂരം എന്ന് പറഞ്ഞാൽ 17 - 3. 17 - 3 4 വരിക. 17 - 3 4. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ശ്യാമിന്റെയും റാമിന്റെയും ഇടയിലുള്ള ദൂരം 4 ആണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം എത്രയാ? 4 - 1 = 3. 3 പേരായിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടാവുക. മനസ്സിലായോ? എടാ അതെങ്ങനെയാ 4 കിട്ടിയത്? എടാ ഇവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോ. ഈ പോയിന്റ് നിന്ന് ഈ റൈറ്റ് നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാ? റാം വരെയുള്ള ദൂരം എത്രയാ? 13. ഇനി ഈ റൈറ്റിൽ നിന്ന് തന്നെ ശ്യാം വരെയുള്ള ദൂരം എത്രയാ? 17. അപ്പൊ സ്വാഭാവികമായിട്ടും 17 13 കുറച്ചാൽ എന്താ കിട്ടുക? ഈ ശ്യാമും ഈ റാമും ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ കിട്ടുക. സോ 4 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ 4 1 കുറച്ചാൽ കിട്ടുന്ന 3 ആയിരിക്കും എന്ന് പറയുന്ന നമ്പർ ഓഫ് പേഴ്സൺസ് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് കണ്ടന്റ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ? സെറ്റ് ആണോ? യെസ്. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ബേസിക്സ് അറിയാണ്ട് ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യരുത്, ഇതാണ് ഇങ്ങനെ ഇതിന്റെ ഷോർട്ട് കട്ട് ഇതാണെന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കരുത്. സോ ആ ഒരു സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകും, തലേന്ന് വിട്ടുപോകും. പക്ഷെ ഇങ്ങനെയാണ് ഇത് വരുന്നുള്ള കാര്യം, ഇതിന്റെ ബേസിക്സ് ഇതാണുള്ള കാര്യം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. ഈ ഒരു ഡയഗ്രം ഞാൻ വായിച്ചു, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഈ ഇതും കൂടെ എഴുതി വെച്ചോ. ഇപ്പൊ മിനിമം കണ്ടീഷൻ ആണെങ്കിൽ മിനിമം കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്? മിനിമം കണ്ടീഷൻ മനസ്സിലാവണമെങ്കിൽ ഇത്രയുള്ള പോയിന്റ്, എൽ പ്ലസ് ആറിന്റെ വാല്യൂ ടോട്ടലിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, അതാണ് മിനിമം കണ്ടീഷൻ. എൽ പ്ലസ് ആറിന്റെ വാല്യൂ ടോട്ടലിനെക്കാട്ടും വലുതാണെങ്കിൽ ഈ കണ്ടീഷൻ അതാണ്. എൽ പ്ലസ് ആറിന്റെ വാല്യൂ ടോട്ടലിനെക്കാട്ടും വലുതാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺ കാണാൻ വേണ്ടി ഐഡിയ എഴുതി വെച്ചോ. നമ്പർ ഓഫ് പേഴ്സൺ കാണാൻ വേണ്ടിയുള്ള ഐഡിയ എഴുതി വെച്ചോ. നമ്പർ ഓഫ് പേഴ്സൺ ആരാണ് വലുത്? എൽ പ്ലസ് ആർ ആണ് വലുത്. സോ എൽ പ്ലസ് ആർ മൈനസ് ടോട്ടൽ -2. ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് എഴുതി വെക്കാം. നമ്പർ ഓഫ് പേഴ്സൺ കിട്ടാൻ വേണ്ടിയുള്ള ഐഡിയ എന്താടാ?
L+R മൈനസ് ടോട്ടൽ -2. ഇവിടെ ഒരു -2 ഉണ്ട്. അത് എന്തിനാണ് -2 കുറയ്ക്കുന്ന കാര്യം കൂടി പഠിച്ചു വെച്ചോ. കാരണം ലെഫ്റ്റ് എൻഡിൽ നിന്ന് റാം വരെ എണ്ണുന്ന 18ല് ലെഫ്റ്റ് എൻഡിൽ നിന്ന് റാം വരെ എണ്ണുന്ന 18ൽ ആര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ശ്യാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് എൻഡിൽ നിന്ന് ശ്യാമിന്റെ പൊസിഷൻ 17 എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ, ഈ 17 എഴുതുകയാണെങ്കിൽ അതിൽ ആര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? റാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്യാമിനെയും ആ റാമിനെയും എന്ത് ചെയ്തു? ഡബിൾ കൗണ്ട് ചെയ്തു. ഈ റാമിനെയും ശ്യാമിനെ എന്ത് ചെയ്തു? ഡബിൾ കൗണ്ട് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു -2 കൂടെ അങ്ങ് കുറയ്ക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ 3 എന്നുള്ള ഉത്തരം അല്ലേ, ഈ 3 എന്നുള്ള ഉത്തരം ഒറ്റയടിക്ക് കിട്ടും. എങ്ങനെ? നമ്മൾ എഴുതാണ് 18 + 17. നമ്മൾ ഇവിടെ എഴുതി തരാം. ഇപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ ചോദിച്ചാൽ 18 + 17 എത്രയാ? L+R എന്ന് പറഞ്ഞാൽ 18 + 17 35 അല്ലേ? 35 എന്ത് മൈനസ് ചെയ്യുക? ടോട്ടൽ മൈനസ് ചെയ്യുക. ടോട്ടൽ എത്രയാ? 30. ഇനി 30 എന്തും കൂടെ മൈനസ് ചെയ്യണം? 2ഉം കൂടെ മൈനസ് ചെയ്യണം. അപ്പൊ മൊത്തം എത്ര മൈനസ് ചെയ്യണം? 35 - 32. 35 - 32. 35 - 32 എത്ര കിട്ടുന്നത്? 35 - 32 എന്ന് പറയുമ്പോൾ 3 തന്നെ കിട്ടൂലേ? സോ ആ ഉത്തരമാണ് ഇവിടെ കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം കണ്ടീഷൻ ആണെങ്കിൽ ഈ ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട. എന്ത് ചെയ്താൽ മതി? L+R മൈനസ് ടോട്ടൽ -2 ചെയ്താൽ മതി. നമ്പർ ഓഫ് പേഴ്സൺ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം കണ്ടീഷനിൽ എന്താണ് ചെയ്യേണ്ടത്? L+R മൈനസ് ടോട്ടൽ -2. L+R മൈനസ് ടോട്ടൽ -2. ക്ലിയർ ആണോ? സംഭവം സെറ്റ് ആണോ? പോയിന്റ് ഓക്കെ ആണോ? സോ ഈ രീതിയിലെ ഷോർട്ട് കട്ട് ഒക്കെ ഐഡിയ മനസ്സിലുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഒറ്റയടിക്ക് 10-15 സെക്കൻഡ് കൊണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് പേരെങ്കിലും മാർക്ക് ചെയ്ത് പോകുന്നുണ്ടാവുക. ഓക്കെ ആണോ? കണ്ടന്റ് മനസ്സിലായോ? കണ്ടന്റ് മനസ്സിലായോ? ക്ലിയർ? സെറ്റ്. കാര്യമൊക്കെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ? യെസ് സാർ, ക്ലിയർ. അപ്പോ ഇതാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ L+R മിനിമം കണ്ടീഷൻ, മാക്സിമം കണ്ടീഷൻ ഒന്നുകൂടെ പറയാമോ? എടാ ജസ്റ്റ് ഒന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. ഈ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാന്ന് പറയുന്നത് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇതാണ് ഡൗട്ട് ഉള്ള പോയിന്റ്. നീ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക. എന്തായാലും റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ്. ഓക്കെ. സോ നമ്പർ ഓഫ് പേഴ്സൺ മിനിമം കണ്ടീഷനിൽ നമ്പർ ഓഫ് പേഴ്സൺ L+R മൈനസ് ടോട്ടൽ -2. ഇനി മാക്സിമം ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എന്ത് കുറയ്ക്കുക? L+Rന്റെ വാല്യൂ കുറയ്ക്കുക. L+R ആണ് കൂടുതലെങ്കിൽ അവിടെ ഒരു -2 കൂടി ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ കണ്ടീഷൻ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഇൻ എ റോ നിഖിലീസ് 11 ഫ്രം ദ റൈറ്റ് എൻഡ്. വാട്ട് കുഡ് ബി ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ എ റോ? ചെയ്യും. വാട്ട് കുഡ് ബി ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ എ റോ? സോ ഈ ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ നമ്പർ 1. Okay, 16. ഓക്കെ, നോക്ക്. ഇൻ എ റോ Nikhil is 11th from the right end. So right end, left end. Right end അഥവാ ലെഫ്റ്റ് എൻഡ്. Nikhil is 11th from the right end. So ഇവിടെ നിഖിൽ ഉണ്ടാവും. സോ ലെഫ്റ്റ് എൻഡ് ഇവിടെ അല്ലേ? സോ ഇവിടെ റൈറ്റ് എൻഡ്. ഇവിടെ നിഖിൽ is 11th from the left end, right end. Roshan is 12th from the left end. Roshan is 12th from the left end. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മിനിമം നമ്പർ ആണല്ലോ, മിനിമം കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ എന്ത് ചെയ്യണം? Nikhil is 11th from the right end. സോ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വഴിയാണ് ചെയ്യുന്നെങ്കിലോ, ഇക്വേഷൻ എന്താ? ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ഈക്വൽ ടു അല്ലെ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ ദം. നമ്പർ ഓഫ് പേഴ്സൺ ഈക്വൽ ടു L+R മൈനസ് ടോട്ടൽ -2. സോ സ്വാഭാവികമായിട്ട് ഉത്തരം നോക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ എത്രയാ? 5. 5 ഈക്വൽ ടു L+R. L+Rന്റെ വാല്യൂ എത്രയാ? 11 ഉം 12 ഉം 23 മൈനസ് ടോട്ടൽ -2. സോ 5 2 7 ഈക്വൽ ടു 23 മൈനസ് ടോട്ടൽ. സോ ടോട്ടലിന്റെ വാല്യൂ എത്ര കിട്ടും? ടോട്ടൽ ഈക്വൽ ടു 23 മൈനസ് 7. ഇതാണ് ഇതിന്റെ എക്സാം അപ്രോച്ച് കേട്ടോ. ഈ ഇക്വേഷൻ അറിയെങ്കിൽ ഇതിന്റെ എക്സാം അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ സി.
ഓപ്ഷൻ സി കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി കിട്ടും. ഡയറക്ട്ലി പുട്ട് ചെയ്ത് നോക്കിയാൽ മതി. സെറ്റ് ആണോ? സോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ വാട്ട് കുഡ് ബി ദ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ. ഇനി നേരത്തെ വേണമെങ്കിൽ ബേസിക്സ് വെച്ചിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരച്ച് നോക്കിയാലും മതി. പ്രത്യേകിച്ച് എന്തായാലും ഉത്തരം കിട്ടാതിരിക്കില്ല. 16 ആണ് കിട്ടുക. ഇതിന്റെ ഉത്തരത്തെ വരിക വാട്ട് കുഡ് ബി ദ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ്. അതൊന്ന് പറ, ജസ്റ്റ് അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. എത്ര കിട്ടുന്നത്? 28. ആ, അപ്പൊ മാക്സിമം നമ്പർ ആണ്. പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? മൊത്തം കൂടെ ആഡ് ചെയ്യാം. 11 പ്ലസ് 12 പ്ലസ് മൊത്തമുള്ള 5. അപ്പൊ എത്ര വന്നു? 11, 23, 23 5, 23 5, 28. ഓപ്ഷൻ ബി. സെറ്റ് അല്ലേ? ഇനി ഈ ഒരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞ ബേസിക്സ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ബേസിക്സ് വെച്ച് സോൾവ് ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. സോ മൊത്തം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്. നിഖിൽ ഈസ് 11th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. സോ നിഖിൽ ഇവിടെ വരും. സോ മിനിമം ആണ് നമുക്കറിയാം, എന്തായാലും ഇതിന്റെ ഇടയിൽ ഡബിൾ കൗണ്ട് ചെയ്യേണ്ടി വരും. സോ ആ രീതിയിൽ വരയ്ക്കുക. നിഖിൽ ഈസ് 11th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11. ഇനി എന്താ പറയുന്നത്? രോഹൻ ഈസ് 12th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ ഈ കേസിൽ ഇവിടെ വരും ആര് എന്ന് പറയുന്നത്? രോഹൻ. രോഹൻ എന്ന് പറയുന്നത് എത്ര വരും? രോഹൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 12. ലെഫ്റ്റ് ഹാൻഡ് നിന്ന് 12. ഇഫ് ദർ ആർ 5 പേഴ്സൺസ് ബിറ്റ്വീൻ ദം. ഇടയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഇടയിൽ 5 പേരുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാ? 6. അപ്പൊ ഈ ഡിസ്റ്റൻസ് ടോട്ടൽ ഇവിടുന്ന് 12 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാ? 6. അപ്പൊ 6 6 12. ഇനി നോക്ക്, റൈറ്റ് നിന്ന് നിഖിൽ വരെയുള്ള ദൂരം 11. ഇനി ലെഫ്റ്റ് നിന്ന് നിഖിൽ വരെയുള്ള ദൂരം 6. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 പ്ലസ് 6. 11 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 17. ഇനി നമ്പർ ഓഫ് പേഴ്സൺ ആണെങ്കിലോ? നമ്പർ ഓഫ് പേഴ്സൺ ആണെങ്കിലോ 17 മൈനസ് 1 ഈക്വൽ ടു 16. സോ നേരത്തെ ചെയ്താലും ഈ രീതി ചെയ്താലും ഓപ്ഷൻ സി തന്നെ കിട്ടും. ക്ലിയർ ആണോ? ഈ രണ്ട് ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ കണ്ടന്റ് മൊത്തം. ഓക്കെ ആണോടാ? ഈ രണ്ട് ക്വസ്റ്റിന് ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടും. ഇക്വേഷൻ വഴി ചെയ്താലും 16, ഈ രീതി ചെയ്താലും 16. ഓക്കെ ആണോ? കണ്ടന്റ് സെറ്റ് ആണോടാ? കണ്ടന്റ് സെറ്റ് ആണോ? ക്ലിയർ? ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ കൂടി തരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്. ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക. ഏതാ ഉത്തരം വരിക? ഓപ്ഷൻ ബി, 6 ടു ദ റൈറ്റ് ഓഫ് സുബിത്ത്. ഒരാൾക്കും കിട്ടുന്നുണ്ടോ? ബി 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 ചെയ്തോ ചെയ്തോ. നോക്ക്. സോ ലെഫ്റ്റ് റൈറ്റ്. In a row, Mohit is 10th from the left hand. So Mohit ഇവിടെ വരച്ചു. Mohit is 10th from the left. Mohit. എത്ര ഡിസ്റ്റൻസ്? Mohit is 10th from the left. So ഇവിടെ 10. ഇനിയോ
സുമിത് ഈസ് 10th ഫ്രം ദ റൈറ്റ് എൻഡ്. സോ ഇവിടെ ഞാൻ സുമിത്ര വരച്ചു. സുമിത്. ഈ ദൂരം എത്രയാ? 10. ദീപക് ഈസ് 4th റൈറ്റ് ഓഫ് മോഹിത്. അപ്പൊ ഇവിടെ ദീപകിനെ വരച്ചു, ഇവിടെ ദീപകിനെ വരച്ചു. ദീപക് ഈസ് 4th ടു ദ റൈറ്റ്. ദീപക് ഈസ് 4th ടു ദ റൈറ്റ്. ഓക്കെ. ഇനി പറയാണ് ഇഫ് ദർ ആർ 16 പേഴ്സൺസ് ഇൻ ദ റോ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇങ്ങനെ ഞാൻ വരച്ചു പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 10, ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 4, ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വരച്ചു പോയിട്ട് അവസാനം വായിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് തെറ്റാണ്. ആകെ മൊത്തം 16 പേരേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വരച്ചാൽ ശരിയാവോ? എടാ ഈ ഒരു ഡയഗ്രം ഇത് ശരിയാണോ? മനസ്സിലാക്ക്. ഇപ്പൊ ആകെ മൊത്തം 16 പേരുള്ളതിൽ ഞാൻ ഇങ്ങനെ ഡയഗ്രം വരച്ച സംഭവം ശരിയാണോ തെറ്റാണോ? പറ. ഇങ്ങനെ വരച്ചു കഴിയാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റുമോ? ഈ ഒരു ഡയഗ്രം ഇതിന് ആപ്റ്റ് ആണോ? റോങ്. ഈ ഒരു ഡയഗ്രം ഇതിന് തെറ്റാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 10 ഉണ്ട്. കാരണം ഇവിടെ നിന്ന് ഓൾറെഡി ഒരു 10 പേരുണ്ട്. ഇവിടെ വീണ്ടും ഒരു 4 എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. ഇതൊന്ന് കുറച്ചാൽ മതി. പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും 10 എന്ന് പറയുമ്പോൾ ഈ 16 എന്ന് പറയുന്നതിലേക്ക് ഇവിടെ എത്തൂല. അപ്പൊ എന്തായാലും തെറ്റാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇത് നേരെ മാറ്റി വരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഇനി അങ്ങോട്ടേക്ക് നമ്മൾ മിനിമത്തിൽ വരയ്ക്കുന്ന പോലെ ഡയഗ്രം വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക? ഇവിടെ നോക്ക്, ആകെ മൊത്തം 16 പേരാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17 ആണ്. ഡിസ്റ്റൻസ് എത്രയാടാ? 17 ആണ്. ഇനി നോക്ക്, മോഹിത് ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഇത് ലെഫ്റ്റ് എൻഡ്, ഇത് റൈറ്റ് എൻഡ്. ഇത് ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും ആണെങ്കിൽ ഇവിടെ മോഹിത്, ഇവിടെ മോഹിത്. സോ ഈ കേസിൽ ഇനി മോഹിത് ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 10. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 10 ആണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാടാ? 7 അല്ലേടാ? 7 ആണ്. ഇനി പറയാണ് സുമിത് ഈസ് 10th ഫ്രം ദ റൈറ്റ് എൻഡ്. സോ സ്വാഭാവികമായിട്ടും റൈറ്റ് എൻഡ് ഇവിടെ നിന്ന് 10ാമതാണ് ആരിയിരിക്കുന്നത്? സുമിത് ഇരിക്കുന്നത്. സോ ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാടാ? 10 ആണ്. സോ ഇനി അടുത്തത് ദീപക് ഈസ് 4th ദ റൈറ്റ് ഓഫ് മോഹിത്. ദീപക് എവിടെ ഇരിക്കുന്നത്? ഇവിടെ. ദീപക് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരിക്കുന്നത്. ദീപക് ഈ പൊസിഷൻ ആണ്. സോ ഇവിടെ ഇടയുള്ള ദൂരം എത്രയാ? ഈ ദൂരം എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ ആണോ? ഈ ദൂരം എന്ന് പറയുന്നത് 4 ആണ്. ഇനി പറയുന്നത് എന്താണ്? ഇനി ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാ? 3. ഈ ദൂരം എത്രയാ? 3. സോ സുമിത്ത് നിന്ന് ദീപകിലേക്ക് എത്രയാ? ഹൗ ഫാർ ഈസ് ദീപക് ഫ്രം ദ സുമിത്ത്? അപ്പൊ സുമിത്ത് ഇവിടെയാണ്. സോ ദീപക് എങ്ങനെയാ? 4 3 7. 7th റൈറ്റ് ടു സുമിത്ത്. ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ അല്ലേ? ഇതാണ് ഡയഗ്രത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ. 7th ദ റൈറ്റ് ഓഫ് സുമിത്ത്. ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ അല്ലേ? ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ദീപക് ഈസ് ഫോർ ദ റൈറ്റ് ഓഫ് മോഹിത്. ദീപക് ഈസ് ഫോർ ദ റൈറ്റ്. ഇതറ 16%. അപ്പൊ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ഉത്തരം എത്ര വരും? ഉത്തരം എന്ന് പറയുന്നത് 3 വരും. കാരണം ഇവിടെ 3 എങ്ങനെ കിട്ടിയത്? ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 10, ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 7. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ എത്രയാ? 3 ആണ് വരെ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ആൾക്കാർ പോലും ചെയ്യൂല എന്നുള്ളതാണ് സത്യം. ഓക്കെ ആണോടാ? തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ? സോ വളരെ നല്ല ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ഓർഡർ റാങ്കിങ് സെഷനിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ക്ലിയർ ആണോടാ? ഇത്രയാണ് ഓർഡറിലേക്ക് വരുന്നത്. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ റാങ്കിങ്ങിന്റെ കേസിൽ 2 ക്വസ്റ്റ്യൻ. റാങ്കിങ് എന്ന് പറയുന്നത് നോർമലി ഒരുപാട് ട്രിക്സ് പറയേണ്ട കാര്യമല്ല. മോക്ക് ടെസ്റ്റിലൂടെ സെറ്റ് ആക്കി എടുക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതെന്ന് പറയുന്നത്, ഈ റാങ്കിങ് എന്ന് പറയുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. എഫ് സി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇക്വേഷൻ പറ്റില്ലല്ലോ. എടാ ഇക്വേഷൻ പറ്റാത്തതിന് കാരണം വെച്ചാൽ അത് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ തമ്മാണ് ചോദിച്ചത്.
എടാ ഇവിടെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇക്വേഷൻ -2 പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ ചോദിച്ചത്, അതുകൊണ്ടാണ് ഇക്വേഷൻ പറ്റാത്തത്. ഇവിടെ എത്ര 7 പേഴ്സൺസ്, മൊത്തം 7 പേര്. 1 2 3 4 5 6 7, മൊത്തം എത്ര പേരാ? 7 പേര്. A is shorter than B but taller than C. A is taller than. എവിടെയൊക്കെ സെറ്റ് ആക്കാം, ഫിക്സ് ആക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഫിക്സ് ആക്കുക. ഓക്കെ ആണോ? എവിടെയൊക്കെ ഫിക്സ് ആക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഫിക്സ് ആക്കുക. A is shorter than B. A is shorter than B ആണ്. സോ ഇവിടെ വരും A is shorter than B but taller than C. But taller than C. B is taller than only 4 others. 1 2 3 4. 1 2 3 4 ഇവിടെ ആയിരിക്കും B വരിക. അങ്ങനെയാണെങ്കിൽ 1 2 B എന്ന് പറയുന്നത് 4 പേരെക്കാളും ആരാണ് ഹൈറ്റ് കൂടുതലുള്ളതാണ്. E is taller than G but shorter than C. E is taller than G. E എന്ന് പറയുന്നത് taller than G ആണ് but shorter than C. അപ്പൊ എന്തായാലും C E G വരും. സോ ഇതെങ്ങനെ വരും? B A C E G. അത് ഓക്കെ അല്ലേ? D is taller than B. D is taller than B but shorter than F. സോ ഇവിടെ D വരും. സോ ഇവിടെ D വരും. സോ ലാസ്റ്റ് മോൾ ആര് വരും? F ഉം വരും. ഓക്കെ അല്ലേ? Who is the tallest among all? ആരാ ഉത്തരം? F ആണ് വരിക. ക്ലിയർ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നോർമലി നമുക്ക് ചെയ്താൽ അതിനാണ് നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് സ്കില്ല് പറഞ്ഞിട്ടായിട്ടൊന്നുമില്ല. നമ്മൾ ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ക്വസ്റ്റ്യൻ ചെയ്. Seven athlete. 1 2 3 4 5 6 7. E is ahead of A. E is ahead of A but behind F. But behind F. D is ahead of only 2 athletes. അപ്പൊ എന്തായാലും D എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. G is running last. അപ്പൊ G എന്തായാലും ഈ കേസ് ആണ്. C is running behind only 2 athletes. C is only running behind 2 athletes എന്ന് പറയുമ്പോൾ C ഇവിടെയാണ്. ഇനി എന്താ പറയുന്നത്? F is not the first. F is not the first എന്ന് പറയുമ്പോൾ F ന് ഇവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്. സോ F ന് താഴെ ഒരു E വരുന്നുണ്ട്, അതിന് താഴെ ആര് വരുന്നുണ്ട്? A വരുന്നുണ്ട്. ഇനി എഴുതാൻ ബാക്കിയുള്ള ആരാ? A B C D. ഇനി B ആണ് ഇവിടെ എഴുതുക. നമ്മളോട് ചോദിച്ചത് എന്താ? Which athlete is running in the fourth position on the behind? 1 2 3 4. ഉത്തരം ഏതാ വരിക? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ E. ക്ലിയർ ആണോടാ? സോ റാങ്കിങ് ഇതേപോലെ അങ്ങ് ചെയ്തു പോകാനുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റാങ്കിങ് ഓർഡറിൽ ഒരുപാട് ലോജിക്ക് പറയണ്ടായിരുന്നു. പക്ഷെ റാങ്കിങ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതേപോലെ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കുക, അതിനനുസരിച്ച് വരച്ചു പോകാനുള്ള കാര്യങ്ങളാണ്. ഇതുവരെ ഓക്കെ ആണോടാ? സോ 18 ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങോട്ടേക്കുള്ളത് ഡിക്ഷണറി ആണ്. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോടാ? ഈ 1.5 മണിക്കൂർ കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചോ? ഈ ടോപ്പിക് ക്ലിയർ ആകുന്നില്ല. അശ്വിൻ ബ്രോ, നീ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നല്ല മോക്ക് ചെയ്യുക. ഓക്കെ, മോക്കുകൾ ഒരുപാട് ചെയ്യാം. മോക്കുകൾ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് അപ്പൊ തന്നെ സോൾവ് ചെയ്തു പോവുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മോക്കിലൂടെ മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്കില്ല് ചെയ്ത് ഡെവലപ്പ് ചെയ്തു പോവുക. ഓക്കെ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഓർഡറിലൊക്കെ ഒരുപാട് സ്കിൽ. ഇപ്പൊ മാക്സിമം കണ്ടീഷൻ എന്താ, മിനിമം കണ്ടീഷൻ എന്താ, എന്താണ് അവിടെ റാങ്ക് പറയുന്നത്, അതൊക്കെ പറയണ്ട. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കി നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടാക്ടിക്സ് ആണ്. മനസ്സിലായോ? ഈ കേസിലൊക്കെ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഫിക്സ് ആക്കി ഒന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് മാറുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ആക്കേണ്ടി വരും. അത് നീ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് കൂടെ ആയിരിക്കും സ്കില്ല് ഡെവലപ്പ് ആവുക. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നോക്ക്, D is ahead of only 2 athletes. D is ahead of only 2 athletes എന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കണം ഇവിടെ ആയിരിക്കും D ഓടുന്നത് എന്നുള്ളത്. അത് എല്ലാ ക്വസ്റ്റിനും ഇവിടെ ഇങ്ങനെ തന്നെ വരണം എന്നില്ലല്ലോ. അപ്പൊ അതാണ് ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് ഏതെങ്കിലും ഫിക്സ് ആക്കാൻ പറ്റുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അതങ്ങ് ഫിക്സ് ആക്കുക. അതേപോലെ തന്നെ ഫിക്സ് ആക്കാൻ പറ്റുന്ന വേറെ ഒന്നും കൂടെ ഉണ്ട്. C is running behind only 2 athletes. C is running only behind 2 athletes എന്ന് പറയുമ്പോൾ സിക്ക് ഇവിടെ ഓടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ എങ്കിൽ മാത്രമേ ഈ ബിന്റെയും എഫിന്റെയും താഴെ സിക്ക് ഓടാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്താ? F is not the first. F is not the first എന്ന് പറയുമ്പോൾ എഫിന് ഇവിടെ വരാനുള്ള ചാൻസ് ഉള്ളൂ. എഫ് ഇവിടെ വരികയാണെങ്കിൽ എഫും ഇയും എയും ഒരുമിച്ച് അടുത്തടുത്തുള്ള ആൾക്കാരാന്ന് ക്വസ്റ്റ്യൻ എവിടെയും പറയുന്നില്ല. അതുകൊണ്ടാണ് എഫ് ഇവിടെയും ഇ ഇവിടെയും എ ഇവിടെയും ആയത്. മനസ്സിലായോ? പോയിന്റ് ക്ലിയർ ആണോ? സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് നീ ഒരുപാട് ചെയ്തു നോക്കുക. ഓക്കെ, ഒരു ക്ലാസ് കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് മാത്രം, ഒരു ക്ലാസ് കൊണ്ട് ഒറ്റ 1 2 അല്ലെങ്കിൽ ഒരു 8 10 ക്ലാസ് കൊണ്ട് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല റീസണിങ്. നീ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക, റീസണിങ്ങിന്റെ ടൈം കുറച്ചെടുക്കാനും സ്പീഡ് കൂടാനും ഒക്കെ പറ്റുക. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യും ഡിക്ഷണറി. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ അതിന്റെ ഉത്തരം പറയാം, മാർക്ക് ചെയ്യുക, അടുത്തേക്ക് പോകും. അത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യും.
എന്തെങ്കിലും ഉത്തരം വേം പറഞ്ഞ അടുത്തേക്ക് പോവാം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡിക്ഷണറിയിൽ ഓർഡറിൽ പറയാം 1 4 5 2 3. ഏതാ ഓപ്ഷൻ വരിക? 3 4 5 2 1 1 4 2 5 3 2 5 4 3 1. സി. എടാ ഇതൊന്നും തെറ്റിച്ച് പറയല്ലേടാ. സെറനിറ്റി, സെർപ്പൻ, സെർവീസബിൾ, സെറികൾച്ചർ, സെറോട്ടോണിൻ. 1132 1132 SDRE. അടുത്ത ഏതാ വരുന്നത്? 32 SCRE 32 SCRP. ഇനി 3 വരുന്നുണ്ട്. 3 ഏതാ? സർവീസബിൾ. അപ്പൊ എന്തായാലും മനസ്സിലായി സെറനിറ്റി 1ലാണ് സ്റ്റാർട്ട് ചെയ്യുക. 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം, ഡി ക്യാൻസൽ ചെയ്യാം. ഇനി 1414 നോക്കിയിട്ട് കാര്യമില്ല. 5 ആണോ 2 ആണോ വരിക? 5 ആണോ 2 ആണോ? 2 എന്ന് പറയുമ്പോൾ സർപ്പന്റ്. അതേപോലെ 2 ആണെങ്കിലോ 5 ആണെങ്കിൽ സെറോട്ടോണിൻ. ഓ അല്ലേ വരിക? MNOP അല്ലേ? സോ 145 ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ? ഓപ്ഷൻ എ. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി. ഗ്രീഡ്, ഗ്രീൻ, ഗ്രൗണ്ട്, ഗ്രിപ്പ്, ഗ്രനൈറ്റ്. ഏത് വരും? നെക്സ്റ്റ് വേം പറ ഉത്തരം ഏത് വരും? സി 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 സി. ഓക്കെ, വലിയ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഓപ്ഷൻ സി. നെക്സ്റ്റ് അടുത്തത് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ എ ലോജിക്കൽ ആൻഡ് മീനിങ്ഫുൾ ഓർഡർ. സോ ലാൽ ബഹദൂർ ശാസ്ത്രി, അടൽ ബിഹാരി വാജ്പേയി, ജവഹർലാൽ നെഹ്റു, മൻമോഹൻ സിംഗ്, ഇന്ദിരാഗാന്ധി. അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലാവും. ഒന്നെങ്കിൽ സ്റ്റാർട്ടിംഗ് പുതിയ എൻഡിങ്ങിലേക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 3 തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും അവസാനിക്കേണ്ടത് 4ലാണ് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റും, 4 തുടങ്ങി കഴിഞ്ഞാൽ 3 അവസാനിക്കണം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 3 4 ജവഹർലാൽ നെഹ്റു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ആര് വരണം? സപ്പോസ് ഇതാണ് ഫസ്റ്റ് എങ്കിൽ അടുത്ത ആള് എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. സോ ഇയാളാണ് സെക്കൻഡ് വേണ്ടത്. സോ 3 1 തുടങ്ങുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? 3 1 3 1. അടുത്ത ഏത് വരണം? 3 1 5 3 1 5 2 4. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? സി ആണോ വരിക? ഡി ആണോ? ബി ആണോ? ഏതാണ് കൺഫ്യൂഷൻ വരുമോ? എടാ ആദ്യം ജവഹർലാൽ നെഹ്റു. സോ ഏറ്റവും ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാ? ജവഹർലാൽ നെഹ്റു. സോ പിന്നെ ആരാ വരുന്നത്? പിന്നെ ജവഹർലാൽ നെഹ്റു. സോ അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി. സോ ഓപ്ഷൻ നമ്പർ 1. ഇനി അടുത്തത് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? ഇന്ദിരാഗാന്ധി 315. സോ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അടൽ ബിഹാരി വാജ്പേയി 3152. സോ അറ്റ് ലാസ്റ്റ് മൻമോഹൻ സിംഗ് 31524 31524. ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? സോ ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെ ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ക്ലിയർ ആണോടാ? ക്ലിയർ ക്ലിയർ ആണോടാ? ഇത് ആൽഫബറ്റ് ഓർഡർ അല്ലടാ, ഇത് മീനിങ് ഓർഡർ. ആൽഫബറ്റ് ഓർഡറിലല്ല, ലോജിക്കൽ ആൻഡ് മീനിങ് ഓർഡർ എന്നാണ് ചോദിച്ചത്. ആൽഫബറ്റ് ഓർഡറിൽ എഴുതല്ലേ? ഇത് ആൽഫബറ്റ് ഓർഡറിലല്ല. ഓക്കെ, അത് ഏതെങ്കിലും റാൻഡം വേർഡ്സ് ആയിരിക്കും. എടാ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ആൽഫബറ്റ് ഓർഡറിലൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും മീനിങ് ഓർഡർ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. സോ നെക്സ്റ്റ് കൺട്രി, വില്ലേജ്, താലൂക്ക്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്. വെരി ഈസി. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സോ ഏറ്റവും ആദ്യം വരികയാണെങ്കിൽ താലൂക്ക് വരാം, വില്ലേജ് വരാം. 3 2 3 2. അടുത്തേത് വരാം സ്റ്റേറ്റ് 3 2 4 3 2 4 തുടർന്ന് 3 2 4 1. ഓ താലൂക്ക് അല്ല ആദ്യം വരിക, വില്ലേജ് അല്ല ആദ്യം വരിക. 2 3 4 1 അല്ല 2 3 4 2 3 5 2 3 5 തുടർന്ന് ഏതാ ഉള്ളത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ. ആദ്യം വില്ലേജ് ഏത് വരും? താലൂക്ക് വരും. താലൂക്ക് വന്നാൽ ഡിസ്ട്രിക്ട് വരും. ഡിസ്ട്രിക്ട് വന്നാൽ സ്റ്റേറ്റ് വരും. സ്റ്റേറ്റ് വന്നാൽ കൺട്രി വരും. ഓക്കെ, ഓപ്ഷൻ എ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ഇനി ഉത്തരം പറ.
ഓക്കെ, അപ്പൊ നോക്ക്. സോ മൈക്രോൺ ആണ് ഏറ്റവും കുറവ് വരുന്നത് 10⁻⁻6. സോ 1 സ്റ്റാർട്ട് ചെയ്താൽ ഇനി അടുത്ത ഏത് വരാം? അടുത്തെന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ 14 വരാം. അത് കഴിഞ്ഞാൽ സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ മീറ്റർ 1462 വരുന്ന ഒറ്റ ഓപ്ഷൻ അല്ല, ഇതും വരും. സോ 253. കിലോമീറ്റർ ആണോ മൈലാണോ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കേണ്ട. 1 മൈൽ = 1.6 കിലോമീറ്റർ. സോ ഏറ്റവും വലുപ്പം 3 ആണ് വരിക. സോ ഓപ്ഷൻ ബി. നെക്സ്റ്റ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹൗ മെനി സച്ച് പേഴ്സ് ഓഫ് ലെറ്റർ ഇൻ ഇന്ത്യ വിച്ച് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ലെറ്റേഴ്സ് ബിറ്റ്വീൻ വാസ് ദാൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്? ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് ഇന്ത്യ എന്നുള്ള വേർഡ് ഞാൻ ഇവിടെ എഴുതി. ഇതിന്റെ ഐഡിയ ആലോചിച്ച് വെച്ചോ. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റിൽ പറയും ഏതെങ്കിലും ഫോർവേഡ് ഡയറക്ഷൻ ആണോ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐ കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റർ ഏതാ? IJKLM. അങ്ങനെ പറഞ്ഞു പോകൂലേ? ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ പറയുമ്പോൾ HIJ പറയുന്നതും ജെ കാണുന്നതും ജെ ആണെങ്കിൽ ഒരു പേരായി. എടാ ഇവിടെ ഞാൻ HIJKLM എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്തുള്ള പറയുന്ന ലെറ്ററും ഇവിടെ കാണുന്ന ലെറ്ററും സെയിം ആണെങ്കിൽ അതൊരു പേരാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്ക്. HIJKLM ഒറ്റ പേരില്ല. MN കഴിഞ്ഞാൽ MNOPQ ഒറ്റ പേരില്ല. DEF പേരില്ല. IR ഐ കഴിഞ്ഞാൽ പിന്നെ HIJ അല്ലേ? ജെ ഇല്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വാ. ABCDE ABC. ഞാൻ പറയുന്നത് ഇവിടെ സി ഇവിടെ കാണുന്നതും സി ആണെങ്കിൽ ഞാൻ പറയുന്നതും ഇവിടെ കാണുന്നതും സി ആണെങ്കിൽ എനിക്കൊരു പേര് പറയായിരുന്നു. പക്ഷെ ഇവിടെ ഡി അല്ലേ വന്നത്, അതുകൊണ്ട് ഇവിടെ പേര് കൂട്ടാൻ പറ്റൂല. മനസ്സിലായോ? അത് അങ്ങനെ ABCDE. അതേപോലെ തന്നെ ABCDE IJKL ഇല്ല, DEF ഇല്ല, MNO ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പേരും ഇല്ല. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം വരിക. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓപ്ഷൻ ഡി. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ എഴുതി. MNO PQRST ഇല്ല, RSTUV ഇല്ല, DE. അപ്പൊ ഡിയും ഇയും ഒരു പേരല്ലേ? ഡി കഴിഞ്ഞാൽ ഡി കഴിഞ്ഞാൽ ഇയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയുന്നതും ഇ ആണ്, ഇവിടെ കാണുന്നതും ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേരായി. EF ഇല്ല. ഇനി അടുത്ത സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് RSTUV ഇല്ല, EFGH ഇല്ല, DEF ഇല്ല, RS ഇല്ല. സോ എത്ര പേരേ ഉള്ളൂ? ഒരൊറ്റ പേരേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നോക്കിയാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ സെറ്റ് അല്ലേടാ? ക്ലിയർ ആണോടാ? സോ ഇത്രയാണ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചോ? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചോ? ക്ലിയർ? ഓക്കെ ആണോ? സോ ഇത്രയാണ് ഓർഡർ റാങ്കിങ്, വേർഡ് അതേപോലെ തന്നെ ഡിക്ഷണറി എന്ന് പറയുന്നത്. കുറച്ച് നല്ല കണ്ടന്റ് എനിക്ക് ഓർഡറിൽ പറയാൻ പറ്റിയിട്ടുണ്ടോ? ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആണ്. കുറച്ചും കൂടെ മോക്ക് ടെസ്റ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ കീപ് പുഷിങ്. കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാം. സ്റ്റാർട്ടിങ് മിസ്സായി. എന്തായാലും റെക്കോർഡ് സെഷൻ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് റീസണിങ് സെഷൻസ്. നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക, പരമാവധി അറ്റൻഡ് ചെയ്യുക. കുറച്ച് നല്ല ട്രിക്കുകൾ പറയാൻ പറ്റും ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ്. ഈ കണ്ടന്റ് ഒക്കെ കണ്ടിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ പഠിച്ചു, താങ്ക് യു. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക് ആയിട്ട് കാണാം. അതുവരേക്കും